നമസ്കാരം. 40 മണിക്കൂർ നേരം കൈകൾ വിലങ്ങ് കൊണ്ട് ബന്ധിച്ച് കാലുകൾ സീറ്റിനോട് ചേർത്ത് കെട്ടി ഭക്ഷണം കഴിക്കാനോ ടോയ്ലറ്റിൽ പോകാനോ പോലും വിലങ്ങഴിച്ചു കൊടുക്കാതെയാണ് 104 ഇന്ത്യക്കാരെ കഴിഞ്ഞ ദിവസം അമേരിക്ക നാടുകടത്തിയത്. അനധികൃതമായി കുടിയേറിയ 17,000 ഇന്ത്യക്കാരെയാണ് ട്രംപ് ഭരണകൂടം ഇതുപോലെ നാടുകടത്തുന്നത്. ഡീപോർട്ട് ചെയ്യുന്നത് 2009 മുതൽ തുടർന്നു വരുന്ന കാര്യമാണെന്നും വിലങ്ങണിയിക്കുന്നത് നടപടിയുടെ ഭാഗമാണെന്നും ന്യായീകരിക്കുകയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കയെ മൃദുവായൊന്ന് വിമർശിക്കാൻ പോലും തയ്യാറാകുന്നില്ല എസ് ജയശങ്കർ. പ്രധാനമന്ത്രി മൈ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന US പ്രസിഡന്റ് ഇന്ത്യക്കാരോട് എന്തിനാണ് ഇത് ചെയ്യുന്നത്? മനുഷ്യത്വരഹിതമായ നാടുകടത്തൽ, നയതന്ത്ര പരാജയം എന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. ഈ രാത്രിയിൽ എന്നോടൊപ്പം ശ്രീ എ റഹീം CPM, ശ്രീ PJ വിൻസെന്റ് അധ്യാപകൻ, ശ്രീ ഷാബു പ്രസാദ് സംഘപരിവാർ സഹയാത്രികൻ, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ് എന്നിവർ. ആദ്യം ശ്രീ ഷാബു പ്രസാദ്, ദയനീയമാണ്. ഈ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന ഡീപോർട്ട് ചെയ്യപ്പെട്ട ആളുകൾ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് ഇവിടെ വരെയുള്ള ഫ്ലൈറ്റിൽ അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി വിവരിക്കുന്നുണ്ട്. ഇന്ത്യക്കാരെ കയ്യും കാലും കെട്ടി ഫ്ലൈറ്റിലിരുത്തി എന്നുള്ളത് മാത്രമല്ല, ടോയ്ലറ്റിൽ പോകാൻ കെഞ്ചിക്കേൺ അപേക്ഷിച്ചിട്ടും തയ്യാറായില്ല. പിന്നീട് വിട്ടപ്പോൾ അവർക്ക് ഇഴയേണ്ടി വന്നു ടോയ്ലറ്റ് വരെ. അപ്പോൾ പോലും വിലങ്ങൊന്നും അഴിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യക്കാരോട് ഇങ്ങനെയൊക്കെ മതി എന്ന് അമേരിക്ക തീരുമാനിക്കുമ്പോൾ ഓംബ്ര എന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുകയാണോ ഇന്ത്യ വേണ്ടത്? ഒരു കാര്യമുണ്ട് അഭിലാഷേ, സംഭവം ശരിയാണ്. സംഭവം കേൾക്കുമ്പോൾ കഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവർ ആരാണ്? ഇവർ ഇവിടെ നിന്ന് ഈ രാജ്യമേ വേണ്ട എന്ന് പറഞ്ഞ് ഏതൊക്കെയോ കള്ളന്മാർക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഏതൊക്കെയോ വഴികളിലൂടെ 2-3 രാജ്യങ്ങളിലൂടെയൊക്കെ കയറി എത്രയോ കിലോമീറ്ററുകൾ കാട്ടിലൂടെയും മേട്ടിലൂടെയും ഒക്കെ നടന്ന് കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ആ പോകുന്ന പോക്കി പലരും മരിച്ച് അങ്ങനെ പോയി ഇവിടെ മറ്റൊരു രാജ്യത്തെ നിന്ന് അനധികൃതമായി നുഴഞ്ഞു കയറി അവിടെ ചെന്ന് അവരുടെ തടവിൽ കിടന്ന അവരുടെ ദൃഷ്ടിയിലെ കുറ്റവാളികളാണവർ ആ രാജ്യത്തെ. അല്ലാതെ ഇവിടെ നിന്ന് ടിക്കറ്റും വിസയും ഒക്കെ എടുത്ത് എല്ലാ നിയമ പരിരക്ഷകളോടും കൂടി അങ്ങനെ പോയവരല്ല ഇവർ. വഞ്ചിക്കപ്പെട്ടവരാണ് വേണ്ട, വഞ്ചിക്കപ്പെട്ടവരാണ് അധികം. അവര് തന്നെ പറയുന്നുണ്ടല്ലോ, വിസ ഏജന്റിന് 45-50 ലക്ഷം രൂപ കിടപ്പാടം പണയം വെച്ച്, കെട്ടുതാലി പണയം വെച്ച് 40-50 ലക്ഷം രൂപ ഉണ്ടാക്കി ഈ പറഞ്ഞ ഏജന്റിന് കൊടുത്ത് കബളിപ്പിക്കപ്പെട്ട ആളുകളാണ്. നമ്മുടെ നാട്ടുകാരാണല്ലോ, ഇന്ത്യക്കാരാണല്ലോ. അത് താങ്കൾ സമ്മതിക്കുമല്ലോ. ശരിയാണ്, അനധികൃത കുടിയേറ്റക്കാരാണ്, ഇന്ത്യക്കാരാണല്ലോ. അവരെ നാട്ടിലേക്ക് അയച്ചോട്ടെ. ഇങ്ങനെയാണോ അയക്കേണ്ടത്? അവർക്ക് മനുഷ്യത്വം അർഹിക്കുന്നില്ല എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അല്ല, പറയുന്ന കേൾക്കൂ. പറയുന്ന മനുഷ്യത്വം അല്ല അറിഞ്ഞല്ലേ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവർ കബളിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ കബളിപ്പിക്കപ്പെട്ടു? നിങ്ങൾ 50 ലക്ഷം രൂപ തരൂ, നിങ്ങളെ ഞങ്ങൾ അമേരിക്കയിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അത് നിയമത്തിൻ്റെ വഴിയിൽ കൂടെ നിയമപരമായിട്ട് പോകുന്നു എന്നാണോ അർത്ഥം? അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്കറിയാം. ഈ 50 ലക്ഷമൊക്കെ എടുത്ത് കൊടുക്കുമ്പം ഇവർക്കറിയാം ഇത് നിയമപരമായിട്ടല്ല, അനധികൃതമായിട്ട് തന്നെയാണ് എന്താ. ശ്രീ ഷാബു പ്രസാദ്, അവർ ഓരോരുത്തരും അവരുടെ കഥ പറയട്ടെ അഭിലാഷേ. ഈ രാജ്യത്ത് രണ്ട് മക്കളെ പോറ്റാൻ വേറെ വഴിയില്ലാതായപ്പോ ഞാൻ കടം വാങ്ങിച്ച് ഉള്ള പൈസയൊക്കെ വിസ ഏജന്റിന് കൊടുത്ത് വിസ വാങ്ങിച്ച് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തിലല്ലേ, രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിൽ അവിടെ പോയി പെട്ടുപോയി. അനധികൃത കുടിയേറ്റക്കാരനാണ്, സമ്മതിച്ചു. അവനെ തിരിച്ചയക്കുമ്പോ ഇങ്ങനെ അയക്കണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇങ്ങനെ വിലങ്ങണിയിച്ച് ഭക്ഷണം കഴിക്കാൻ പോലും ആ വിലങ്ങൊന്ന് അഴിച്ചു കൊടുക്കാതെ ഇങ്ങനെ നാണം കെടുത്തമായിരുന്നോ ഇന്ത്യക്കാരെ എന്നുള്ളതാണ് ചോദ്യം. അല്ല ഇന്ത്യക്കാരെ അല്ല നാണം കെടുത്തിയത്, ഈ പറയുന്നവരാണ് ഇന്ത്യക്കാരെ നാണം കെടുത്തിയത്. 50 ലക്ഷം എടുത്തു കൊടുത്താൽ 50 ലക്ഷം എടുത്തു കൊടുക്കാൻ കഴിവുള്ളവന് കടം മേടിച്ചിട്ടാ എങ്ങനെ ആയിക്കോട്ടെ, അവൻ ഈ നാട്ടിൽ ജീവിക്കാൻ വകയില്ല എന്നൊന്നും പറയരുത്. ഉള്ള സ്ഥലം 50 ലക്ഷം രൂപ എന്ന് പറയുന്ന ചെറിയ പൈസയാണോ? എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് രക്ഷപ്പെടാൻ കടം വാങ്ങിച്ചും സ്ഥലം വിറ്റും സ്വർണം പണയം വെച്ചും ഒക്കെ ഒന്ന് കരപിടിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് പോകാൻ ശ്രമിച്ചതാണ്, അല്ലെങ്കിൽ അമേരിക്കയിൽ ചെന്ന് പെട്ടതാണ്. ഇന്ത്യക്കാരാണല്ലോ, നമ്മുടെ നാട്ടുകാരാണല്ലോ. ശരി, അനധികൃത കുടിയേറ്റക്കാരെ പ്രധാനമന്ത്രിയുടെ ഫ്രണ്ട് തിരിച്ചയക്കുന്നു. ഓക്കെ, അവർക്ക് കേവല മനുഷ്യത്വം പോലും അനുവദിക്കാൻ പാടില്ല എന്നുണ്ടോ? അവരെ വിമാനത്തിൽ കെട്ടിയിടണോ? 50 ലക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത് ആ സെപ്റ്റംബർ 11 ശേഷം ഇതേപോലെ അമേരിക്കയിൽ നുഴഞ്ഞു കയറി വന്നവരാണ് അവിടെ ആ ട്വിൻ ടവറൊക്കെ തകർത്തത്.
അവിടെ ഭീകരപ്രവർത്തനം, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് അവർ അങ്ങനെയുള്ളവരെ ആ രീതിയിലേ കാണുകയുള്ളൂ. അമേരിക്കയിൽ പോയി ഭീകരപ്രവർത്തനം നടത്തിയ എത്ര ഇന്ത്യൻ പൗരന്മാരുണ്ട്? അവർ നമ്മൾ ഇന്ത്യക്കാരൊക്കെ അവിടെ പോയിട്ട് ഭീകരപ്രവർത്തനം നടത്താം. ഇന്ത്യൻ പൗരന്മാരെന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. ഇന്ത്യൻ പൗരന്മാരെന്നുള്ളതല്ല പ്രശ്നം. ഇന്ത്യൻ പൗരന്മാരെന്നുള്ളതല്ല പ്രശ്നം. നിയമവിരുദ്ധമായി അവിടേക്ക് നുഴഞ്ഞു കയറി വന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റില്ല. അതേസമയം ഈ പറഞ്ഞ പോലെ ടിക്കറ്റും വിസയും ഒക്കെ എടുത്ത് നിയമപരമായി അവിടെ ചെല്ലുന്ന ഒരു ഇന്ത്യക്കാരനോടാണ് ഈ രീതിയിൽ പെരുമാറുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് ഇടപെടാൻ പറ്റും. അതേസമയം കുറ്റവാളികളോട് അവരെങ്ങനെ ചെയ്യണമെന്നുള്ളത് ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചാണ്. നിങ്ങൾ ഓർമ്മയുണ്ടാവും, ഇപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ ദേവയാനി ഖോബ്രഗഡയുടെ കാര്യം. അവർക്ക് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉള്ള ലേഡിയാണ്, ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉള്ള സ്ത്രീയാണ് അവർ. ആ സ്ത്രീയെ അവരുടെ കുറ്റം എന്തായിരുന്നു? അവരുടെ വീട്ടിലെ വേലക്കാരിയോട് മോശമായി പെരുമാറി എന്നുള്ളതായിരുന്നു അവരുടെ കുറ്റം. എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് ഫിംഗർ ടെസ്റ്റ് തന്നെ നടത്തി. സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഫിംഗർ ടെസ്റ്റ് എന്താണെന്നുള്ളത് ഞാനിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ, അത് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ ഒടുവിൽ ആ ഡിപ്ലോമാറ്റിക് പരിരക്ഷ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരെ അവിടുന്ന് കൊണ്ടുവരാൻ സാധിച്ചത്. ആ രാജ്യം അങ്ങനെയാണെന്നേ. കുറ്റവാളികൾ, ആ രാജ്യം അങ്ങനെയാണ്. കുറ്റം ഇന്ത്യക്കാരോട് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നുള്ളതാണോ? അന്ന് ദേവയാനി ഖോബ്രഗഡയെ ഇതുപോലെ ആക്ഷേപിച്ചപ്പോൾ, അപമാനിച്ചപ്പോൾ അവിടെ വളരെ ശക്തമായ പ്രൊട്ടസ്റ്റ് ഉയർത്താൻ, വളരെ ശക്തമായി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ ഹൈക്കമ്മീഷന് കഴിഞ്ഞു. US ഡെലിഗേഷൻ വന്നപ്പോ, US ഡെലിഗേഷൻ ഇന്ത്യയിൽ വന്നപ്പോ അന്ന് ആ ഡെലിഗേഷനെ മീറ്റ് ചെയ്യാൻ പോലും രാഹുൽ ഗാന്ധിയും അന്നത്തെ സ്പീക്കർ മീരാ കുമാറും അടക്കമുള്ള ആളുകൾ, സുശീൽ കുമാർ ഷിൻഡെയും അടക്കമുള്ള ആളുകൾ സന്നദ്ധരായില്ല. അമേരിക്കയുടെ എന്തും ഇങ്ങോട്ട് വേണ്ട, എന്തും ഇങ്ങോട്ട് കാണിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ മീറ്റ് ചെയ്യില്ല എന്ന് പറയാനുള്ള നട്ടല്ല അത്രയുമെങ്കിലും ആ സർക്കാരിനുണ്ടായിരുന്നു. ഇതിപ്പോ കുറ്റവാളികളെല്ലാം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നാണ് ഈ സർക്കാർ പറയുന്നത്. അവർ ഡിപ്ലോമാറ്റ്, അതിന്റെ അകത്ത് ഇന്ത്യക്കൊരു സേ ഉണ്ട്. കാര്യം അവർ ഡിപ്ലോമാറ്റാണ്, അവർ ഡിപ്ലോമാറ്റിക് പരിരക്ഷയുള്ളവരാണ്, ആ ഇമ്മ്യൂണിറ്റി ഉള്ളവരാണ്. അങ്ങനെ നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയുമുള്ള ഒരു ലേഡിയാണ് ആയിരുന്നു ദേവയാനി ഖോബ്രഗഡെ. അതുകൊണ്ട് നമുക്കതൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഈ രാജ്യമേ വേണ്ട എന്ന് പറഞ്ഞ് 50-60 ലക്ഷം രൂപ എടുത്ത് മുടക്കി, എന്നിട്ട് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ 50 ലക്ഷം രൂപയുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെയുള്ള ആളുകളെ തിരിച്ചെടുക്കാൻ ഇന്ത്യക്ക് ബാധ്യതയുണ്ട്. ഈ ആളുകളെ തിരിച്ചെടുക്കാനുള്ള ബാധ്യത ഇന്ത്യ കൊണ്ട് ഞാൻ സമ്മതിച്ചു. അവരെ 17,000 ഇന്ത്യക്കാരെ അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്ക കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അവരെ ഒഴിപ്പിക്കാൻ, അവരെ ഇവാക്യുവേറ്റ് ചെയ്യാൻ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് അയക്കാമല്ലോ. നമ്മൾ എത്രയോ കോൺഫ്ലിക്ട് സോണുകളിൽ നിന്ന് ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ ഫ്ലൈറ്റ് അയച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഇന്ത്യക്കാരെ, പാവങ്ങളെ ഒഴിപ്പിക്കാൻ ഫ്ലൈറ്റ് അയക്കാലോ. അല്ലെങ്കിൽ അമേരിക്കയുമായി മൈ ഫ്രണ്ട് അല്ലേ നരേന്ദ്രമോദിയുടെ ഫ്രണ്ടല്ലേ നരേന്ദ്രമോദി, ഇതുപോലെ വേണ്ടല്ലോ. അവരെ സാധാരണ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളിൽ അയക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കാമല്ലോ. അവരെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളിൽ അയക്കാൻ, അല്ലെങ്കിൽ ചാർട്ടേഡ് വിമാനങ്ങളിൽ അയക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കാമല്ലോ. ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ, തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കാലികളെ കൊണ്ടുവരുന്നത് ഇതിനേക്കാൾ നല്ല നിലയിലല്ലേ? ഷാബു പ്രസാദ് അറക്കാൻ കർണാടകയിൽ മാടുകളെ കൊണ്ടുവരാറില്ലേ? മാത്രമേ തീരുമാനിക്കാൻ കഴിയുള്ളൂ. മാടുകളെ കൈകാര്യം നമ്മൾ കണ്ടിട്ടില്ലേ? രാജ്യത്തിനും അതിന്റേതായ നിയമങ്ങളും രീതികളും ഉണ്ട്. മാടുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാറില്ലേ? തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ അറക്കാൻ ഇതിനേക്കാൾ നല്ല നിലയിലാണ് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. അങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കുടുങ്ങിയ ഇന്ത്യക്കാരെ ഇവിടെ നിന്ന് സ്പെഷ്യൽ ഫ്ലൈറ്റ് അയച്ച ഉക്രൈനിൽ കുടുങ്ങിയ സ്റ്റുഡൻസിനെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത്? കോവിഡ് കാലത്ത് അതുപോലെ കൊണ്ടുവരാനുള്ള അർഹതയുള്ളവരല്ല ഇവർ. അങ്ങനെ ചെയ്യുന്ന എങ്ങനെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ നോക്കിക്കോളാം, അങ്ങനെ പറയാനേ പറ്റുള്ളൂ. അവരത് അർഹിക്കുന്നത് കൊണ്ടാണ്. ഈ രാജ്യമേ വേണ്ട, ഈ രാജ്യത്തിനെ അപമാനിച്ച്, ഈ രാജ്യത്തിനെ ലോകം മുഴുവനും ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുത്തിയ ഇവരോട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ, ഇവിടെ കൊണ്ടുവന്നാൽ അവിടെ കൊണ്ടുവന്നു, അത്ര തന്നെ. അങ്ങനെയുള്ളതേ പറ്റുള്ളൂ, അങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അവരത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇത്രയേ പറ്റൂ എന്ന് തെളിയിച്ചല്ലോ. അർഹിക്കുന്നുള്ളൂ അവർ. അല്ലാതെ ഒരു ഡിപ്ലോമാറ്റ്, ഒരു ഇന്ത്യൻ പൗരത്വം വേണ്ട എന്ന് വെച്ച് പോയവരോട് ഇന്ത്യൻ പൗരൻ എന്നുള്ള കൺസിഡറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ശരി, ഓക്കെ. ഷേറഹിം, ഇവരിങ്ങനെ അർഹിക്കുന്നുള്ളൂ, ഇവരോട് ഇത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാഴ്ചപ്പാട്. പ്രതികരിക്കാം.
ഒന്ന് ഈ ചർച്ചയിൽ BJP ഒരു ചാനലിലേക്കും അവരുടെ പ്രതിനിധിയെ അയക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അതുതന്നെ BJPക്ക് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു, വാക്കുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഒന്നും വിശദീകരിക്കാൻ കഴിയുന്നില്ല ഈ കാര്യത്തിൽ എന്ന് വളരെ വ്യക്തമായതാണ്. BJP അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറഞ്ഞത്. തീർച്ചയായും ഇതൊക്കെ തന്നെ ആയിരിക്കും BJPക്ക് വന്നാലും ന്യായീകരിക്കാനുണ്ടാവുക എന്ന് വ്യക്തമാക്കുന്നു. അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതാപരമായൊരു പിശകുണ്ട്. ഒന്ന്, ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് കടന്നുപോയവരാണ്. ഇല്ല, എവിടെ ഉപേക്ഷിച്ചു അവർ? ഇന്ത്യൻ പൗരത്വം അവർക്കില്ലേ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് അവരെ ഡിപ്പോർട്ട് ചെയ്തത്? ഇന്ത്യ ഗവൺമെൻറ് എങ്ങനെയാണ് സ്വീകരിച്ചത്? ഇന്ന് പാർലമെൻറ്റിൽ ശ്രീ ജയശങ്കർ വളരെ കൃത്യമായി പറഞ്ഞു, വന്നിറങ്ങിയ മുഴുവൻ പേരെയും ഞങ്ങൾ പരിശോധിച്ചു, മുഴുവൻ പേരും ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് സ്ഥിരീകരിക്കുമ്പോൾ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് പോയവരാണ്, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് വേണ്ടെന്ന് വെച്ച് പോയവരാണ് എന്ന വാദഗതിക്ക് അർത്ഥമില്ല. ഇനി വിദേശത്തേക്ക് പോയെന്നിരിക്കട്ടെ, പോയവർ കുറ്റം ചെയ്തു എന്നിരിക്കട്ടെ, ഇത് നല്ലൊരു കുറ്റകൃത്യം ചെയ്തു എന്നിരിക്കട്ടെ, അവിടുത്തെ ജയിലിൽ ഇല്ലെങ്കിൽ അവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് എങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഉടമ്പടിയുണ്ട്, അന്താരാഷ്ട്ര തലത്തിലുള്ള കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കങ്ങളിൽ എങ്ങനെയാണ് ഇനി അവിടെ പോയി ഒരു രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്താൽ പോലും എങ്ങനെയാണ് ആ വ്യക്തിയെ, എവിടെയുമുള്ളയാളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഒരു രാജ്യത്തെ ആകെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അറവുമാടുകളോട് പോലും കാണിക്കുന്ന ഒരു ദാക്ഷിണ്യവും ദയയും എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഈ മനുഷ്യർ, എൻ്റെയും നിങ്ങളുടെയും സഹോദരങ്ങൾ അർഹിക്കുന്നില്ല എന്ന് BJP പറയുന്നത്? ഞാൻ BJP പ്രതിനിധിയുടെ ഈ പറയുന്ന പ്രതിനിധിയുടെ അസാന്നിധ്യത്തിൽ ഇവിടെ പറഞ്ഞ ആളുടെ ചർച്ചയിലേക്കൊന്നും ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പോകുന്നില്ല. ഞാൻ ഇക്കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എനിക്ക് പ്രതികരിക്കണമെന്നുള്ളത്, എവിടെ വിശ്വഗുരു? എവിടെ അദ്ദേഹം? മൈ ഫ്രണ്ട് എന്നാണല്ലോ ട്രംപിനെ വിശേഷിപ്പിച്ചത്. ആ ട്രംപിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടി സംസാരിക്കണ്ടേ? അമേരിക്കയ്ക്ക് ഈ വന്ന 104 പേരും ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ച്, മോദിയെ സംബന്ധിച്ച്, ജയശങ്കറെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച്, നമ്മളെല്ലാവരെയും ഈ രാജ്യത്തിനെ സംബന്ധിച്ച് അവർ ഇന്ത്യൻ പൗരന്മാരാണ്. അവരെ അവിടെ നിന്ന് ഡിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു, ഭ്രാന്തമായ തീരുമാനങ്ങളുമായി ട്രംപ് മുന്നോട്ട് പോകുന്നു എന്ന് അറിഞ്ഞിട്ട് എത്ര ദിവസമായി? ഇന്ത്യൻ കോൺസുലേറ്റിനും ഇന്ത്യൻ എംബസിക്കും വിദേശ മന്ത്രാലയത്തിനും എന്തായിരുന്നു ജോലി? ആരെയൊക്കെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? എത്ര പേരെയാണ് ഡിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? ഇങ്ങനൊരു പ്രശ്നമുണ്ട് എങ്കിൽ ഇന്ത്യൻ എംബസിയുടെ കയ്യിൽ ഇല്ലീഗൽ മൈഗ്രൻസ് ഓഫ് ഇന്ത്യൻസിൻ്റെ ലിസ്റ്റില്ലേ? അവരെ കാണണ്ടേ? അങ്ങനെ കണ്ടെത്തി ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട് എങ്കിൽ എങ്ങനെയാണത് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളൊരു റോഡ് മാപ്പ് പരിപാടി നമുക്ക് വേണ്ടേ? ശരി, അവരോട് തന്നെ സ്വന്തം നിലയ്ക്ക് മടങ്ങിപ്പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ അവിടെ ഡിപ്ലോമാറ്റിക്കലി? അതിനല്ലേ ഡിപ്ലോമാറ്റിക് മൂവ്. നമ്മുടെ സംവിധാനങ്ങൾ, ഇന്ത്യ അത്ര മോശപ്പെട്ട രാജ്യമാണോ? നമ്മളെക്കാൾ ദുർബലമായ രാജ്യങ്ങൾ, സാമ്പത്തികമായി, ഭൂമിശാസ്ത്രപരമായി, ജനസംഖ്യാപരമായി, അല്ലെങ്കിൽ സായുധമായി ഒക്കെ നമ്മളെക്കാൾ ദുർബലമായ രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ നെറുകേടിനെതിരെ, ഈ മനുഷ്യത്വ വിരുദ്ധമായ നീക്കങ്ങൾക്കെതിരെ ശക്തമായി നെഞ്ചുറപ്പോടെ എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറയുമ്പോൾ എവിടെ വിശ്വഗുരു എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എവിടെ വിശ്വഗുരു? എവിടെ നമ്മുടെ രാജ്യം എന്നാണ് പ്രതിപക്ഷം? നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എവിടെ? ശരി, അതാണ് ചോദ്യം. ശ്രീ KP നൗഷാദ് അലി, അറവ് മാടുകളോട് കാണിക്കുന്ന ദാക്ഷിണ്യം പോലും ഇന്ത്യൻ പൗരന്മാരോട് അമേരിക്ക കാണിച്ചിട്ടില്ല. അവർ പറയുന്ന ഈ 40 മണിക്കൂർ അനുഭവിച്ച നരകയാതനയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ടോയ്ലറ്റിൽ പോവാൻ കെഞ്ചിയിട്ട് സമ്മതിക്കുന്നില്ല, കെട്ടഴിച്ചു വിടുന്നില്ല, വിലങ്ങോടുകൂടിയാണ് ടോയ്ലറ്റിൽ പോലും കയറ്റിയിട്ടുള്ളത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിലങ്ങൊന്ന് അഴിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു, പറ്റില്ല, വിലങ്ങിട്ട് കഴിച്ചാൽ മതി എന്നാണ്. ഇങ്ങനെ ഇന്ത്യൻ പൗരന്മാരെ അവർ അനധികൃത കുടിയേറ്റക്കാരായിക്കോട്ടെ, ഇന്ത്യൻ പൗരന്മാരെ ഇതുപോലെ ട്രീറ്റ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയല്ലേ പ്രോട്ടോകോൾ എന്നൊരു സർക്കാർ പറയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും? അഭിലാഷ്, എനിക്ക് ഈ രാജ്യത്തെ BJP പ്രവർത്തകരോട്, അല്ലെങ്കിൽ ഈ ചർച്ച കേൾക്കുന്ന BJP പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഈ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു മുതിർന്ന സെനറ്ററുണ്ട്, ലിൻസേ ഗ്രഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയിലെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരുപാട് ആളുകളുടെ സ്വരങ്ങൾ ഇത്തരം നയങ്ങൾക്കെതിരെ ഉയരുമ്പോഴാണ് അതിന് ഇരയാവുന്ന രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു സമീപനം ഇങ്ങനെയാവുന്നത്. അതൊക്കെ
പിന്നെ കെ മാധവൻ നായരും കെ പി കേശവമേനോനും കുറൂർ നീലകണ്ഠൻ നമ്പൂരിപ്പാടൊക്കെ തുടങ്ങിയ മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അത് അവർ വിലയിരുത്തിക്കൊള്ളട്ടെ. BJPയുടെ ചരിത്രം അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമില്ല. ഞാനിതിനകത്ത് ഒരു വലിയൊരു പൊളിറ്റിക്സ് വേറെയുണ്ട് അഭിലാഷേ. കാരണം അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അങ്ങനെ അധികാരഭ്രാന്ത് മൂത്ത് ഉന്മാദിയായ മുൻ ഉദാഹരണങ്ങളെപ്പോലെ മാത്രമല്ല. കുറേ പ്രസിഡന്റ്മാർ മുമ്പ് ഇത്തരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആൻഡ്രൂ ജാക്സൺ ഉണ്ട്, റിച്ചാർഡ് നിക്സൺ ഉണ്ട്, റൂസ്വെൽറ്റ് ഉണ്ട്, റൊണാൾഡ് റേഗൻ ഉണ്ട്, പിന്നെ വാറൻ ഹോർഡിംഗ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അമേരിക്കൻ പ്രസിഡന്റ്മാരൊക്കെ പല വൈകൃതങ്ങളും കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ട്രംപിൻ്റേത് അതിൻ്റെയൊക്കെ ഉപരിയായിട്ടുള്ളതാണ്. ഇത് 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ ദശകത്തിൽ ലോകത്ത് ഉത്ഭവിച്ച പല ഭരണാധികാരികളോടും സമാനതകളുള്ള നീക്കമാണ്. അദ്ദേഹം UN മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് രാജ്യം പിന്മാറുന്നു, WHO നിന്ന് പിന്മാറുന്നു. ഇപ്പോഴും ഒരുപാട് യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ പട്ടിണി അകറ്റുന്ന UN പല റിലീഫ് സ്കീമിൽ നിന്നും അമേരിക്ക പിന്മാറുന്നു, പരിസ്ഥിതി കരാറിൽ നിന്ന് പിന്മാറുന്നു. ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലോകത്തിന് പല വിനാശകരമായ കാര്യങ്ങളും സംഭവിപ്പിക്കും. അതിനെതിരെയൊക്കെ ഒരു നിലപാടെടുത്ത ഒരു രാഷ്ട്ര ചരിത്രം ഈ ഭാരതത്തിനുണ്ട്. ഇത് സ്വതന്ത്രമാവുന്നതിൻ്റെ മുമ്പ് പോലും ലോകത്തെ ഫാസിസ്റ്റുകളോടും നാസിസ്റ്റുകളോടൊക്കെ ശക്തമായ നിലപാടെടുത്തൊരു ദേശീയ നേതൃത്വം ഈ രാജ്യത്തിനുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ വിദേശ നയം അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു രാജ്യമാണ് ഇന്ന് ഈ BJP ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധികാര പ്രമത്തതക്ക് ഇവർ പിന്നെ പരവതാനി വിരിച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഒരു നിർഭാഗ്യകരമായ ഒരു വീഴ്ചയായിട്ട് ഞാനിതിനെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത് ചരിത്രം നമ്മോട് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചോതുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്തും അതിൻ്റെ പരിസരങ്ങളിലും ഒക്കെ അന്നത്തെ സംഘപരിവാർ നേതൃത്വത്തിൻ്റെ അനുഭാവങ്ങളെക്കുറിച്ച് അവരൊരുപാട് ദുഷ്പേര് കേട്ടവരാണ്. അവർ ബ്രിട്ടീഷുകാർക്ക് വിധേയരായിരുന്നു. ഇങ്ങനെ ഈ വിധേയപ്പെടലിൻ്റെ രാഷ്ട്രീയം അത് സദയം അത് നിർത്തണം. അങ്ങനെ ട്രംപ് വംശവെറിയും അപരമതദ്വേഷവും അല്ലെങ്കിൽ തീവ്ര ദേശീയതയൊക്കെ പറയുന്നു എന്നൊരു കാര്യം മാത്രം വെച്ചുകൊണ്ട് ട്രംപിനെ അനുകൂലിക്കാൻ പോയാൽ തീർച്ചയായിട്ടും അത് ആ നായ്ക്കൊരണപ്പൊടിക്ക് വളമിടുന്നതിന് തുല്യമാകും. അത് സംഘപരിവാറും BJPയും ഒക്കെ മനസ്സിലാക്കുന്നത് നന്ന് എന്നൊരു അഭിപ്രായം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഇത് രാഷ്ട്രീയാതീതമായിട്ട് ഒരു ഇന്ത്യൻ സ്റ്റേറ്റ്മാൻഷിപ്പിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു അഭിപ്രായമാണ്. ശരി, ശ്രീ PJ വിൻസെന്റ്, മന്ത്രി S ജയശങ്കർ വിശദീകരിക്കുന്നത് 2012 മുതൽ നിലവിലുള്ള ICEയുടെ SOP അനുസരിച്ച് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചുള്ള ഡീപ്പോർട്ടേഷനാണ് നടന്നിട്ടുള്ളത്. അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. പക്ഷെ അമേരിക്ക ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രമാണ്. ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ മനുഷ്യത്വത്തോടു കൂടി ചെയ്യുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ അപ്പോഴും ഈ പ്രോട്ടോകോളുകൾ SOP അവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴും പാലിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്ന് പാലിക്കപ്പെടാത്തത്? അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് അത്യന്തം പ്രതിഷേധകരമായ കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജയശങ്കർ തന്നെ സൂചിപ്പിച്ചത് ഇവർ ഇന്ത്യൻ പൗരന്മാരാണ് എന്നാണ്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഇഫ് വി ആർ ഷുവർ ദാറ്റ് ദേ ആർ അവർ സിറ്റിസൻസ്, വി ഹാവ് ഓൾവേസ് ബീൻ ഓപ്പൺ ടു ദെയർ ലെജിറ്റിമേറ്റ് റിട്ടേൺ ടു ഇന്ത്യ എന്നാണ്. അടിവരയിട്ട് പറയാം, ഇഫ് വി ആർ ഷുവർ ദാറ്റ് ദേ ആർ അവർ സിറ്റിസൻസ് എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വിമാനത്തിൽ കയറ്റി അയച്ച ആളുകളെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ ഇന്ത്യൻ സിറ്റിസൻസ് ആണ് എന്നത് തീർച്ചയാണ് എന്നാണ്. വി ആർ ഷുവർ, നമ്മൾ തീർച്ചയാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് തീർച്ചയുണ്ട് അവർ നമ്മുടെ പൗരന്മാരാണെന്ന്. അവർ അനധികൃതമായി അമേരിക്കയിലേക്ക് പോയവരായിരിക്കാം, പല മാർഗേന പോയവരായിരിക്കാം. ഒരുപക്ഷെ സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ട് വിസ തീർന്നതിന് ശേഷം അവിടെ താമസിക്കുന്നവരാവാം. അതല്ലെങ്കിൽ മറ്റ് തൊഴിൽ വിസയിൽ പോയിട്ട് വിസാ കാലാവധിക്ക് ശേഷം അവിടെ താമസിക്കുന്നവരാവാം. മെക്സിക്കൻ അതിർത്തിയിലൂടെ അനധികൃതമായിട്ട് കടന്നുകൂടിയവരാവാം. അങ്ങനെ പല മാർഗേന അവിടെ എത്തിയവരായിരിക്കാം. പ്യൂ റിസർച്ച് നൽകുന്ന കണക്ക് പ്രകാരം 1,75,000-ഓളം അനധികൃത ഇന്ത്യക്കാർ അമേരിക്കയിലുണ്ട്. അതിൽ ഏകദേശം 20,000-ഓളം ആളുകളെ ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിൽ ആദ്യത്തെ വിഭാഗമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ 2009 തുടങ്ങി ഇന്ത്യയിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയക്കുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ ലിസ്റ്റ് ജയശങ്കർ ഇന്ന് രാജ്യസഭയിൽ പറയുകയുണ്ടായി. 2016 ശേഷം 1,000 എന്ന സംഖ്യ കടന്ന് 1,100, 1,200 എന്ന കണക്കിൽ വർഷം തോറും ഇന്ത്യയിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക കയറ്റി അയക്കുന്നുണ്ട്.
അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇവിടുന്ന് ബംഗ്ലാദേശികളെ തിരിച്ചയക്കുന്നുണ്ട്. ആ രാജ്യങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ താങ്കൾ സൂചിപ്പിച്ച പ്രശ്നം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ പൗരന്മാരാണെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇവരെ ഭാരതം സ്വീകരിച്ചത്. അപ്പോൾ അവർക്ക് മിനിമം മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടായിരുന്നു. അത് ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്കല്ല, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അവർക്കുള്ള മനുഷ്യാവകാശങ്ങൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. അയാൾ ക്രിമിനലാണെങ്കിലും യുദ്ധ തടവുകാരനാണെങ്കിലും കുറ്റവാളിയാണെങ്കിലും അനധികൃത താമസക്കാരനാണെങ്കിലും എന്ത് ക്രൈം ചെയ്ത ആളാണെങ്കിലും അയാൾക്ക് മനുഷ്യാവകാശമില്ലാതാവുന്നില്ല. അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറ്റി അയച്ച ആളുകൾക്ക് മാന്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമായിരുന്നു. അതുണ്ടായിട്ടില്ല. കയ്യിലും കാലിലും ചങ്ങലയിട്ട് കയറ്റി അയക്കേണ്ടുന്ന എന്ത് സാഹചര്യമാണ് ഉണ്ടായത് എന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക അവിടെ വിശദീകരിക്കേണ്ടതാണ്. അത് അമേരിക്കൻ നിയമം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ആളുകളെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതോടൊപ്പം ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ തീർച്ചയായിട്ടും ന്യായമായ രൂപത്തിൽ ഡിപ്ലോമാറ്റിക് ചാനലിൽ ഇന്ത്യ അതിൻ്റെ പ്രതിഷേധം അറിയിക്കണം. കാരണം അമേരിക്കയിൽ അവർ അനധികൃത കുടിയേറ്റക്കാരാണ്, അതുകൊണ്ട് കുറ്റവാളികളായിട്ടാണ് അവരെ അമേരിക്ക ട്രീറ്റ് ചെയ്യുന്നത്. ആയിക്കോട്ടെ, നമ്മളവരെ സ്വീകരിക്കുന്നത് ഇന്ത്യൻ പൗരന്മാരാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ. അതാണല്ലോ ജയശങ്കർ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് അയാളെ ട്രീറ്റ് ചെയ്യണ്ടേ? അങ്ങനെ ട്രീറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ഇന്ത്യയിലേക്ക് കടന്നു വന്നവരുടെ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ഇതിപ്പം ഉടനെ നിൽക്കാൻ പോകുന്ന ഒരു കാര്യമല്ലല്ലോ. ഇനിയും ഒരു 18,000-ഓളം ആളുകളെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യാനുണ്ട്. അവരുടെ കാര്യം വരുമ്പോഴും ഇത്തരത്തിൽ മനുഷ്യാവകാശ വിരുദ്ധമായ സമീപനം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാൻ ശക്തമായ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയുള്ള പ്രതിഷേധം ഇന്ത്യയുടെ ഉണ്ടാവുന്നില്ല എങ്കിൽ അത് നമ്മളോട് തന്നെ ചെയ്യുന്ന അനീതിയായിരിക്കും. ഫൈൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, 2009 മുതൽ ഡീപ്പോർട്ടേഷൻ ഉണ്ട്. 2009 734 ഇന്ത്യക്കാരെ കയറ്റി അയച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ വർഷം 1368 പേരെ അമേരിക്ക ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആയിക്കോട്ടെ, ഇത്തവണയോ പുതിയ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ 17,000-ന് മുകളിൽ ഇന്ത്യക്കാരെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡീപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത്രയധികം ആളുകളെ, ശരി, അനധികൃത കുടിയേറ്റക്കാരല്ലേ, നമ്മുടെ പൗരന്മാരാണല്ലോ, അത് രാജ്യം അംഗീകരിക്കുന്നുണ്ട്. അവരെ മാന്യമായി ട്രീറ്റ് ചെയ്യൂ എന്നെന്തുകൊണ്ടാണ് ഈ രാജ്യത്തിന് പറയാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഞങ്ങളുടെ പൗരന്മാരെ മാന്യമായി തിരിച്ചയക്കൂ, മാന്യമായി ഞങ്ങൾ റിസീവ് ചെയ്യാം എന്ന് പറയാൻ പോലും ഇപ്പോഴത്തെ ഫോറിൻ പോളിസി അനുസരിച്ച് ഇന്ത്യക്ക് അമേരിക്കയ്ക്ക് മുമ്പിൽ പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ശ്രീ ഷാബു പ്രസാദ്? അഭിലാഷേ, അമേരിക്കയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണത്. അവിടുത്തെ ആ ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ്. അവിടെ നാസയിലും പെൻറ്റഗണിലും സർവ്വ മേഖലകളിലും ഇന്ത്യൻസിൻ്റെ ആധിപത്യം തന്നെയുണ്ട്. അതുകൊണ്ട് അവിടെ പക്ഷെ അവരെല്ലാവരും അവിടെ മാനം മര്യാദയ്ക്ക് എല്ലാ നിയമപരിരക്ഷകളോടുകൂടിയും നിയമപരമായ രീതിയിൽ കഴിയുന്നവരാണ്. കുറ്റവാളികളോട് ഒരു രാജ്യം എങ്ങനെ പെരുമാറണം എന്നുള്ളത്, കുറ്റവാളികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഓരോ രാജ്യത്തിൻ്റെയും പ്രൊറഗേറ്റീവാണ്. ഇവിടെ സൗദി അറേബ്യയിൽ എത്ര ഇന്ത്യക്കാരെ തലവെട്ടിക്കൊന്നിട്ടുണ്ട്. അത് ആ രാജ്യത്തെ നിയമമാണ്. ആ രാജ്യത്ത് ഇടപെടാൻ കഴിയില്ല. ഏർപ്പെടുന്നവരെ ഇവർ അനധികൃതമായി അവിടെ കഴിഞ്ഞു എന്നുള്ളത് കുറ്റമാണ്. അനധികൃതമായി കഴിയുന്ന ആളുകളെ എല്ലാ രാജ്യങ്ങളും ഈ തരത്തിലാണോ ശിക്ഷിക്കാറ്? ഗൾഫ് രാജ്യങ്ങളും ഡീപ്പോർട്ട് ചെയ്യാറുണ്ടല്ലോ വിസ കാലാവധി കഴിഞ്ഞിട്ടുള്ള ആളുകളെ. ഇതുപോലെയാണോ? ഇവിടെ നോക്കൂ ഷാബു പ്രസാദ്, നരേന്ദ്രമോദിയും കെമിസ്ട്രി ഉണ്ട് എന്നല്ലേ നരേന്ദ്രമോദി അവകാശപ്പെടുന്നത്? എന്നിട്ട് 18,000 ഇന്ത്യക്കാരെ അവരെ അത് മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദവും അവിടുത്തെ നിയമവാഴ്ചയും തമ്മിൽ ബന്ധമില്ല. മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം വേറെ, ആ രാജ്യത്തെ നിയമവാഴ്ച വേറെ. അവിടുത്തെ പ്രസിഡന്റ് പോലും അവിടുത്തെ നിയമവാഴ്ചയ്ക്ക് കീഴിലാണുള്ളത്. പ്രസിഡന്റ് ആയിരുന്ന ക്ലിന്റനെ
അത് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്. നമ്മൾ മച്ചാനും അല്ലേ, മാത്രമല്ല, അതുകൊണ്ട് നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് ചെയ്യണം. കഴിഞ്ഞ തവണ ഈ രാജ്യത്തിന് പറയാൻ കഴിയില്ല, അമേരിക്കയിൽ പോയിട്ട് അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി, അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുള്ള ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ഓർക്കണം. ചരിത്രത്തിൽ ആദ്യമായി നല്ല ആപ്കി ബാർ ട്രംപ് की സർക്കാർ എന്ന് 2020 പറഞ്ഞത് ഓർമ്മയുണ്ടോ? മോദിയും ട്രംപും നല്ല ഇന്ത്യയും അമേരിക്കയും സൗഹൃദ രാജ്യങ്ങളാണ്. മോദിയും ട്രംപും നല്ല ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് മോദി ട്രംപിനോട് പറയുകയാണ്, നമ്മൾ നല്ല സുഹൃത്തുക്കളല്ലേ, അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ നിയമം ഒന്ന് വിട്ടുവീഴ്ച ചെയ്യൂ എന്ന് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിനോട് പറയാൻ കഴിയില്ല. ഇന്ത്യക്ക് അമേരിക്കയോടും പറയാൻ കഴിയില്ല. നമ്മുടെ പൗരന്മാരെ അവരെ കൈകാര്യം ചെയ്യണം. ഞങ്ങളുടെ പൗരന്മാരെ മാന്യമായി കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ കുറ്റവാളികളാണവർ. എന്ത് ക്രിമിനൽ കുറ്റമാണ് ഇവർ ചെയ്തത്? അനധികൃതമായി യാത്രാരേഖകളില്ലാതെ രാജ്യത്ത് അവരെ ഡീപ്പോർട്ട് ചെയ്യാം. ഭക്ഷണം കൊടുക്കുക, അവർക്ക് പ്രാഥമിക മതിയായ രേഖകളില്ലാതെ ആ രാജ്യത്ത് തുടർന്ന ആളുകളെ ആ രാജ്യത്തിന് ഡീപ്പോർട്ട് ചെയ്യാം എന്നുള്ളതിന് അപ്പുറത്ത് എന്ത് ക്രിമിനൽ കുറ്റമാണ് ഇവിടെ? അതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്തെ ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് രൂപ എടുത്തു മുടക്കി കണ്ട മാർഗത്തിൽ കൂടെ എല്ലാം അവിടെ ചെന്ന് അവിടെ ആൾക്കാർ അവിടുത്തെ നിയമം അനുസരിച്ച് പിടിച്ച് പുറത്താക്കിയപ്പം നമ്മൾ ഇവിടെ കിടന്ന് പറയുന്ന ഇവരാണ് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയവർ. ഇങ്ങനെ പോയവരും ഇങ്ങനെ പോകുന്നവരും അവർക്ക് വേറെ ചോദ്യം, അത് വേറെ വിഷയവും. അങ്ങനെ വന്ന ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ച് സർക്കാരിന് കഴിയുന്നില്ല. രാജ്യത്ത് ജീവിക്കുന്നവർ, നമ്മുടെ പൗരന്മാർക്ക് ജീവിക്കുന്നവർ അനധികൃതമായി അമേരിക്കയിലേക്ക് പോയ നമ്മുടെ പൗരന്മാരെ തിരിച്ചയച്ചോട്ടെ. പക്ഷെ ആ മനുഷ്യർക്ക് കേവല മനുഷ്യാവകാശം ഉറപ്പാക്കാൻ കഴിയുന്നില്ല ഒരു സർക്കാരിനെങ്കിൽ അത് സർക്കാരിന്റെ പരാജയമാണ്. അതിനപ്പുറത്ത് അവിടെ വേറെ ഒന്നുമില്ല. അതുകൊണ്ടല്ല അത് ആർത്തിയും അത്യാഗ്രഹവുമാണ്. ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും ഗതി പിടിക്കാത്തവരാണോ? ഞാനും നിങ്ങളൊക്കെ ഗതി കിട്ടാത്തവരാണോ? ഈ എല്ലാവർക്കും തുല്യാവസരമുള്ള രാജ്യമല്ലല്ലോ ഇത്. 50 ലക്ഷം രൂപ എടുക്കാനുള്ളവൻ, തുല്യാവസരവും അധ്വാനിക്കാൻ തയ്യാറുള്ളവനെ അല്ലല്ലോ ഇത്. അങ്ങനെയുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏത് രാജ്യത്തെ എല്ലാവർക്കും തുല്യ വരുമാനമുള്ളത്? ലോകത്തെ ഏത് രാജ്യത്താണ് എല്ലാവർക്കും പറഞ്ഞോട്ടെ? ആളുകൾക്ക് തയ്യാറുള്ളവൻ ഏറ്റവും അടിസ്ഥാനപരമായ മനുഷ്യാവകാശം ഉറപ്പുവരുത്താൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ 1 ലക്ഷം രൂപ മുടക്കി അന്തസ്സായി ഇവിടെ ജീവിക്കുന്നവരുണ്ട്. അവരുടെ ആത്മാഭിമാനത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ അധ്വാനിച്ച് ജീവിക്കുന്ന സാധാരണക്കാരുടെ ആത്മാഭിമാനത്തെയാണ് നിങ്ങൾ ചോദ്യം. എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോയി എന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപ എടുത്തു കൊടുത്തു പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അധ്വാനിച്ച് അന്തസ്സായിട്ട് ജീവിക്കുന്നവരുണ്ട്. എത്ര വർഷത്തെ കടവും വരുത്തി വെച്ച് വിൽക്കാനുള്ളതെല്ലാം വിറ്റ് ഏതെങ്കിലും തരത്തിൽ ജീവിക്കാൻ പറ്റുന്ന ആളുകളാണ്. അവർക്ക് തിരികെ വരേണ്ടി വന്നു. അവരെ ഈ രാജ്യം സ്വീകരിക്കുന്നു. അവരോട് മനുഷ്യത്വം കാണിക്കണമെന്ന് ഈ സർക്കാരിന് അമേരിക്കയെ നിർബന്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതാ സർക്കാരിന്റെ പരാജയമായിട്ടല്ലാതെ എങ്ങനെ അതിനെ കാണാൻ കഴിയൂ? ഓരോ രാജ്യവും കുറ്റവാളികളോട് ഏതുവരെയാണ് കുറ്റവാളി എന്നുള്ള ചോദ്യമാണ് ഇവിടെ. ഇവർ കൊലക്കുറ്റം ചെയ്തവരാണോ? രാജ്യദ്രോഹം ചെയ്തവരാണോ? അനധികൃത കുടിയേറ്റവർ നടത്തി ശരി, അവരെ തിരിച്ചയച്ചോട്ടെ. തിരിച്ചയക്കുന്നവരോട് അടിസ്ഥാന മനുഷ്യാവകാശം കാണിക്കാതിരിക്കുക എന്ന കാര്യം അമേരിക്ക ചെയ്യുമ്പോ അമേരിക്ക അങ്ങനെ ചെയ്തോട്ടെ എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അതാണ് എന്റെ ചോദ്യം. ചർച്ചയിലേക്ക് വീണ്ടും ഇവിടെ ഷിയ റഹീം, ഇന്ത്യക്കാരെ മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക കയറ്റി അയക്കുന്നുണ്ട്. അമേരിക്കയുടെ ആഭ്യന്തര നയ സമീപനങ്ങളിൽ ഇടപെടാനോ ട്രംപ് സർക്കാരിന്റെ പോളിസി തീരുമാനിക്കാനോ ഇന്ത്യ ഗവൺമെന്റിന് പറ്റില്ല. ശരി തന്നെ. പക്ഷേ തിരിച്ചയക്കപ്പെടുന്ന ഇന്ത്യക്കാരുടെ ഓരോ ഇന്ത്യൻ പൗരന്റെയും മനുഷ്യാവകാശം സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിന്റെ ബാധ്യതയാണല്ലോ. എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? 17,000-ഓളം ആളുകളെ ഈ തവണ അടുത്തു തന്നെ ഇതുപോലെ നാട് കടത്തുന്നുണ്ട്. ഇന്ത്യ എയർക്രാഫ്റ്റുകൾ അയച്ച് അവിടെയുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കണമെന്നുള്ളതാണോ പ്രതിപക്ഷത്തിന്റെ പ്രപ്പോസൽ? ഞാനതിലേക്ക് വരാം. സീറ്റിൽ നിന്ന് അനങ്ങാൻ സമ്മതിച്ചില്ല. യാത്രയിലുടനീളം കൈകാലുകളിൽ വിലങ്ങ് വെച്ചു. ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. നിരന്തരം ആവശ്യപ്പെട്ടിട്ടാണ് വാഷ്റൂമിലേക്ക് പോലും പോകാൻ സമ്മതിച്ചത്. വാഷ്റൂമിൻ്റെ വാതിൽ തുറന്ന് ഞങ്ങളെ അതിലേക്ക് തള്ളിയിടുകയായിരുന്നു.
യാത്ര ശാരീരികമായി മാത്രമല്ല മാനസികമായി തളർത്തി. തിരിച്ചു വന്നതിൽ ഒരാളാണ് ജസ്പാൽ സിംഗ്. ഞാൻ ചോദിക്കട്ടെ, ജസ്പാൽ സിംഗിൻ്റെ ഈ വാക്ക് മാത്രമല്ല, ഈ കണ്ട കാഴ്ചകളൊക്കെ നമ്മളിവിടെ വിശദീകരിച്ചു. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ സംഭവത്തെ അപലപിക്കാത്തത് എന്നതാണ്. അവരുടേതായ രാഷ്ട്രീയ സംസ്കാരം കാണിക്കുന്നു, അവരുടേതായ രാജ്യത്തെ നിയമവും അവരുടെ നയവുമാണ് അത്ര കാണിക്കുന്നത്. എന്നൊരു പ്രശ്നമുണ്ട്. അമേരിക്കയുടെ നിയമം ഇതാണോ? 2009 മുതൽ ഇതുവരെയുള്ള ഡിപ്പോർട്ടേഷൻ്റെ കണക്ക് ഇന്ന് പാർലമെൻറ്റിനകത്ത് വിദേശകാര്യമന്ത്രി അവതരിപ്പിച്ചു, ഇയർ വൈസ്. അന്നൊക്കെ കയറ്റി അയച്ചത് എങ്ങനെയായിരുന്നു? അപ്പോൾ അതിനോട് കൊറി ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓരോ അംഗങ്ങളും, പ്രതിപക്ഷത്തിലെ അംഗങ്ങൾ, ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചൊരു കാര്യം, ഈ കഴിഞ്ഞ കാലയളവിൽ നിങ്ങൾ ഈ പറഞ്ഞതിൽ ഏതൊക്കെയാണ് പ്രൈവറ്റ് എയർക്രാഫ്റ്റിൽ അയച്ചത്, ഏതൊക്കെയാണ് നമ്മുടെ രാജ്യം എയർക്രാഫ്റ്റ് അയച്ച് കൊണ്ടുവന്നത്, ഏതൊക്കെയാണ് അമേരിക്കയുടെ സേനാ വിമാനത്തിൽ കയറ്റി അയച്ചത്? ഒരക്ഷരം മറുപടി പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ജയശങ്കർ മിണ്ടിയതയില്ലല്ലോ. ഇപ്പോൾ ജയശങ്കർ അതിൽ പറഞ്ഞൊരു കാര്യം, ഏത് വിമാനമാണെന്ന് പറയുന്നില്ല എന്നാണ്. ഏത് വിമാനത്തിൽ വേണമെങ്കിലും കയറ്റി അയച്ചാൽ മതി. ഇനി പോട്ടെ, ഏത് വിമാനത്തിൽ കയറ്റി അയക്കുമ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണ്ടേ? മനുഷ്യരോടുള്ള പരിഗണനകൾ ഉണ്ടാകണ്ടേ? മനുഷ്യാവകാശം എങ്ങനെയാണ് കാണുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? അതിനെ അപലപിക്കാൻ എന്തുകൊണ്ടാണ് ഇന്ത്യ പോലുള്ള രാജ്യത്തിന് കഴിയാത്തത്? അത് മറ്റൊന്നും കൊണ്ടല്ല, ട്രംപിനെ പേടിയാണ്, അമേരിക്കയോട് വിധേയത്താണ്. ഇന്ത്യൻ പൗരന്മാരോടുള്ള സ്നേഹവും ഇന്ത്യൻ പൗരന്മാരോടുള്ള താല്പര്യത്തിനും അപ്പുറത്ത് അമേരിക്കയോടുള്ള വിധേയത്താണ്. BJPക്ക് വേണ്ടി ഇവിടെ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രതിനിധി, സഹയാത്രികൻ, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം എന്താണ്? പുറത്ത് BJPയും പറയുന്ന വാദം ഇത് തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് എന്തിനാണ് പോയത്? ഇവിടെ തന്നെ ജീവിച്ചുകൂടായിരുന്നോ? ഇവരെ ഇല്ലീഗലി മൈഗ്രേറ്റ് ചെയ്തൊരു സമൂഹം ഇവിടെ ഉണ്ടല്ലോ, കുറേ ആൾക്കാരിവിടെ ഉണ്ടല്ലോ, ഏജൻസികളുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നു, ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇതുപോലെ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ശ്രീ PJ വിൻസെൻ്റ് നേരത്തെ കൂടുതൽ വലിയൊരു കണക്ക് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 10,000-കണക്കിന് ഇന്ത്യൻസ് അമേരിക്കയിലേക്ക് മാത്രം ഇല്ലീഗലി മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു രാവിലെ എണീറ്റിട്ട് ഞാനങ്ങ് ഇല്ലീഗലി മൈഗ്രേറ്റ് ചെയ്യാം എന്ന് കരുതി ഒരു ഇന്ത്യക്കാരനും പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതൊരു ഏജൻസി വഴി പോയിരിക്കുന്നതാണ്. ആ ഏജൻസി വർക്ക് ചെയ്യുന്നത് ഏത് രാജ്യത്തിലാണാവോ? ഇതേ വിശ്വഗുരുവിൻ്റെ രാജ്യത്തിലല്ലേ? അല്ലേ? അപ്പോൾ ഈ ഇവിടുത്തെ ഇന്ത്യ ഗവൺമെൻറ്, വിദേശകാര്യ മന്ത്രാലയം, ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് എന്തെടുക്കുകയായിരുന്നു? അവരുടെ ജോലി എന്തായിരുന്നു? ഇനി പ്രധാനമന്ത്രിയുടെ സ്വന്തം നാട്ടിലുള്ളവരുണ്ട്. ഇന്നലെ ഈ വിലങ്ങണിയിച്ച് കയറ്റിവിട്ടത് ഗുജറാത്തിലുള്ളവർ, അവരാണ് കൂടുതൽ. ആ ഗുജറാത്തിലെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ ഇങ്ങനെ കയറ്റി അയക്കുന്നത് എത്ര കാലമായി? 2000-ൻ്റെ ആദ്യപാദം മുതൽ BJP ഭരിക്കല്ലേ ഇവിടെ? ഇത്രയും കാലത്തിനിടയിൽ ഗുജറാത്തിൽ അറിയുന്നില്ലേ? പോട്ടെ, ഇന്ത്യ ഗവൺമെൻറ് 2014 മുതൽ ഇതേ മോദിയല്ലേ ഇന്ത്യ ഭരിക്കുന്നത്, അറിയുന്നില്ലേ? ഞങ്ങൾ ഇന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമേരിക്കയിൽ ഇനി എത്ര പേരുണ്ട്? ഇനി എത്ര പേരെ ഡിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്? അവരെ റെസ്പെക്ട്ഫുള്ളായി, ഡിഗ്നിഫൈഡായി ഇന്ത്യയിലേക്ക് മടക്കി അയക്കാൻ എന്തെല്ലാം സമീപനമാണ് നിങ്ങളെടുത്തിരിക്കുന്നത്? വ്യക്തമായ മറുപടിയില്ല. എന്തെങ്കിലും പ്ലാനുണ്ടോ? ഒരു പ്ലാനെ കുറിച്ച് പറയുന്നില്ല. കാരണം എന്താ? ഇവർ പറഞ്ഞാലൊട്ട് കേൾക്കില്ലേ എന്ന് എനിക്കറിയില്ല, ഇനി പറയാൻ പേടിയാണോന്നറിയില്ല. ഇതൊന്നും പോയി ചോദിക്കാനുള്ള ഗട്ട്സ് ഇല്ല. എന്താണ് പ്രശ്നം? പറയണ്ടേ, രാജ്യത്തോട് പറയണ്ടേ? ഞങ്ങളിങ്ങനെ ഒരു കാര്യത്തിൽപ്പെട്ടിരിക്കുകയാണ്, ട്രംപ് എണ്ണ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ട്രംപ് എൻ്റെ സുഹൃത്താണ്, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, പെട്ടുപോയി എങ്കിൽ പറയാതെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ മറുപടി പറയണ്ടേ? എത്ര മോശമാണ്, എത്ര ആപൽക്കരാണ്. ഒരു രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ, രാജ്യത്തിലെ പൗരന്മാർക്ക് രാജ്യത്തിനകത്തും പുറത്തും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ എന്തിനാണ് എംബസികൾ പ്രവർത്തിക്കുന്നത്? ഒരു രാജ്യത്തെ പൗരൻ വേറൊരു രാജ്യത്ത് പോയാൽ ആ രാജ്യത്തിലെ പൗരന് ഏത് നിമിഷവും വളരെ കൃത്യമായി ചെല്ലാൻ, അവനവൻ്റെതായ ഒരു പ്രിവിലേജോട് കൂടി കയറി ചെല്ലാൻ കഴിയുന്ന സ്ഥലമാണ് എംബസികൾ. അതല്ലേ എംബസിയും അവിടുത്തെ വിദേശ ഡയസ്പോറകളും തമ്മിലുള്ള ബന്ധം. അപ്പോൾ അങ്ങനെ പരിരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരു രാജ്യം വിദേശത്ത് വെച്ച് സംരക്ഷിക്കാനാകുന്നില്ല. അവിടുന്ന് ഇങ്ങോട്ടേക്ക് എയർക്രാഫ്റ്റ് കയറ്റിയിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യക്ക് പറയാൻ കഴിഞ്ഞില്ല, നിങ്ങളുടെ ഈ സേനാ വിമാനത്തിൽ വിലങ്ങണിയിച്ചു, ഞങ്ങളുടെ പൗരന്മാരെ ഇങ്ങോട്ടേക്ക് കയറ്റി അയച്ചാൽ വിമാനം ഇന്ത്യയിൽ ലാൻഡ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങളുടെ വിമാനം അയക്കാം. ഇന്ത്യക്ക് എത്ര പൈസയല്ലേ അവിടേക്ക് വിമാനം അയക്കാൻ? ഞങ്ങൾ എടുത്തോളാം, ഞങ്ങളുടെ പൗരന്മാരെ തരൂ. ഇതെന്തുകൊണ്ട് പറയുന്നില്ല? ഇത് വളരെ ഇത്രയും മോശമായി രാജ്യത്തിന് മുമ്പിലായിട്ട്
എല്ലാ അർത്ഥത്തിലും. പിന്നെ വേറൊരു ആംഗിളുണ്ട്, ഞാൻ ആംഗിളിലേക്ക് കൂടുതൽ പോകുന്നില്ല. ശരി. അതെന്താ ആംഗിള്? ഇത്രയും കാലം ഈ RSSകാര് BJPക്കാര് രാജ്യമാകെ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? നമ്മുടെ ഇവിടെ നിന്ന് നിവർത്തിയില്ലാത്തതുകൊണ്ട് കേരളത്തിലെ ആളുകളെല്ലാം വിദേശത്തേക്ക് പോകുന്നല്ലേ? ഞങ്ങളന്നേ പറഞ്ഞു NRI നമ്മളെ വിദേശത്തേക്കുള്ള പലായനത്തിൻ്റെ മൈഗ്രേഷൻ്റെ ലീഗൽ ആൻഡ് ഇല്ലീഗൽ മൈഗ്രേഷൻ്റെ കണക്കെടുത്താൽ കേരളം അല്ല. ഇനി മൈഗ്രേഷൻ ഒരു ക്രൈമാണോ? ക്രൈമായിട്ട് ഞങ്ങളാരും കാണുന്നില്ല. നിങ്ങൾ ആ മൈഗ്രേഷനെ ക്രൈമാണെന്ന് കാണുന്ന തീവ്ര വലത് രാഷ്ട്രീയം, ഇവിടെ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ രാഷ്ട്രീയത്തോട്, ആ കാഴ്ചപ്പാടുകളോട് പൂർണ്ണമായി ഞാൻ യോജിക്കുകയാണ്. ഇതിനേക്കാൾ ആപൽക്കരമായ സൂചനകളാണ് ട്രംപ് നൽകുന്നത്. ഇന്ന് പാർലമെൻറ്റിൽ ഫൗസിയ ഖാൻ, വളരെ ഉന്നതന്നൊരു നേതാവ്, ഒരു MP പ്രതിപക്ഷത്ത് നിന്ന് ഒരു ചോദ്യം ചോദിച്ചു. അത് ജയശങ്കറോട് തന്നെയാണ് ചോദിച്ചത്. ഇന്നത്തെ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനോടാണ്. ഗാസയ്ക്കു നേരെ ട്രംപ് ഉതിർത്തൊരു വെടിയുണ്ടല്ലോ ഇന്ന്. ഗാസയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി, ടൂറിസ്റ്റ് ബീച്ചാക്കി മാറ്റാം. ഈ നിലപാട്, ആ നിലപാടിനോട് ഇന്ത്യയുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായം ചോദിച്ചു. ജയശങ്കർ മിണ്ടുന്നേ ഇല്ല. അതായത് അമേരിക്ക ചെയ്യുന്ന, ഫ്രാൻസ് അതിനോട് നിങ്ങൾ ആലോചിക്കണം, ഫ്രാൻസ് അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന പല രാജ്യങ്ങളും അമേരിക്കയുടെ നയങ്ങളോട് യോജിച്ചിരുന്നവർ, ശരി, അമേരിക്കയോട്, ട്രംപിനോട്, അമേരിക്കയോട് വലിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നവർ. പക്ഷെ അവർക്ക് സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിന്ന് ഇത് തെറ്റാണ്, ഇത് തെമ്മാടിത്തമാണ്, ഇത് ചെയ്യരുത് എന്ന് പറയാനുള്ള തൻ്റെയിടമുണ്ട്. ആ തൻ്റെയിടം നരേന്ദ്രമോദിക്കും ഇന്ത്യ ഗവൺമെന്റിനും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇന്ന് പാർലമെന്റിൽ അമേരിക്കയുടെ സ്പോക്ക് പേഴ്സണെ പോലെയാണ്. അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിന്റെ സ്പോക്ക് പേഴ്സണെ പോലെയാണ് ജയശങ്കർ സംസാരിച്ചത്. ശരി, അതാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. ട്രംപ് ചെയ്യുന്നതൊക്കെ ലോകത്തെ തന്നെ അസ്ഥിരമാക്കുമോ എന്ന് ഭയപ്പെടുന്ന ആളുകളുണ്ട്. ട്രംപും അതുപോലെ തന്നെ ഈ ഡോജ് സംവിധാനത്തിന് മുകളിലിരിക്കുന്ന എലോൺ മസ്കും ലോകത്തെ തന്നെ പുതുക്കിപ്പണിയുകയാണ്. ആ ഭീഷണി എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ അനുഭവിക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇവിടെ ശ്രീ KP നൗഷാദ് അലി, ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു ഹ്യൂമിലിയേഷനാണ്. ഇന്ത്യ ലോകത്തെ 5ാമത്തെ വലിയ എക്കോണമിയാണ്. ഇന്ത്യ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ ഇന്ത്യൻ പൗരന്മാരെ മാടുകളെ കൈകാര്യം ചെയ്യുന്നതിലും മോശമായി അമേരിക്ക കൈകാര്യം ചെയ്യുന്നു. ട്രംപ് ഇന്ത്യക്കാരോട് നന്നായി പെരുമാറണം എന്ന കാര്യത്തിൽ ഒരു തരത്തിലും കൺവിൻസ്ഡ് അല്ല. അവരത് കെയർ ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഇന്ത്യക്കാർ എന്നുള്ള നിലയിൽ ഇന്ത്യക്കാർക്കെല്ലാം മുറിവേൽക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ നയങ്ങൾ വേറെയും. എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന് ഇതിനോട് പ്രതികരിക്കാൻ പോലും, അല്ലെങ്കിൽ ഇതിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? വളരെ വളരെ റെലവൻ്റായ ഒരു ചോദ്യമാണ് അഭിലാഷ് ചോദിച്ചത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ബലഹീനത പറഞ്ഞല്ലോ. നമ്മളിങ്ങനെ അല്ലാത്തൊരു രാജ്യമായിരുന്നല്ലോ. നമ്മൾ ഈ സ്വാതന്ത്ര്യം നേടി ഈ രാജ്യം ബാലാരിഷ്ടതകളിൽ പിച്ചവെക്കുന്നൊരു കാലത്ത്, വൻശക്തികളെ നാറ്റോ സഖ്യം ഉണ്ടാക്കുന്നു, വാഴ്സ ഉടമ്പടി ഒപ്പിടുന്നു. ആ കാലത്ത് മാർഷൽ ടിറ്റോനെയും ജമാൽ അബ്ദുൽ നാസറിനെയൊക്കെ കൂട്ടിപ്പിടിച്ച് ഈ ലോകത്തൊരു ചേരിചേരാൻ നയമുണ്ടാക്കി ലോകത്തിന് നേതൃത്വം കൊടുത്തൊരു രാജ്യമാണ് ഇന്ത്യ. അത് കഴിഞ്ഞ് നമ്മുടെ ബംഗ്ലാദേശ് യുദ്ധകാലമൊക്കെ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അത്തരത്തിലുടനീളം വാജ്പേയിയുടേത് ഉൾപ്പെടെയുള്ള കാലത്തൊക്കെ ഇന്ത്യ മുന്നോട്ട് പോയ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ട് ഇന്ത്യ പ്രതികരിക്കുകയാണ്. അപ്പോൾ BJPക്കാരെതിരെ ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് BJP പ്രവർത്തകർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ പറയുന്നതിനോടൊക്കെ അവർക്ക് എതിർപ്പുണ്ട്. അവരൊക്കെ യഥാർത്ഥം വിശ്വസിച്ച് ഈ പാർട്ടിയുടെ പിറകെ കൂടിയ ആളുകളാണ്. പക്ഷേ ഈ പാർട്ടിയുടെ ലക്ഷ്യം ഇതൊന്നുമല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, എലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയിലുള്ളൊരു ഗവേണിംഗ് ബോഡി, അത് ഇവിടെയും അതിൻ്റെ സാമന്തന്മാരുടെ ഗവേണിംഗ് ബോഡികളുണ്ട്. അവരൊക്കെ കോർപ്പറേറ്റ് അജണ്ടകളുള്ളവരാണ്. ഗാസയെ ഒരു കടൽ തീര ടൂറിസം കേന്ദ്രമായിട്ട് വികസിപ്പിക്കണം എന്നതുപോലെ ലക്ഷദ്വീപിനെയും വികസിപ്പിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സ്വത്വ പ്രതിസന്ധിയിൽ BJP എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങളും അവർ സോക്കോൾഡായിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു ദേശീയവാദവും വലിയ രാജ്യസ്നേഹവും ഒക്കെ ഉണ്ടല്ലോ, ഇതുമായിട്ട് വലിയൊരു വൈരുദ്ധ്യത്തെയാണ് ആ പാർട്ടി നേരിടുന്നത്. തീർച്ചയായിട്ടും BJPയുടെ 10,000-കണക്കിന് അടികൾ ഈ പാർട്ടിയുടെ ഈ നിലപാടിനോട് വലിയ വിയോജിപ്പുള്ളവരായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും അഭിലാഷ്, ഇവിടെ നമ്മൾ ഈ ആഗോള രാഷ്ട്രീയത്തിൽ നിന്ന് ഇടപെടുക തന്നെ വേണം. കാരണം ഈ ചൈനയൊക്കെ ഏകദേശം അമേരിക്കക്കൊക്കെ തുല്യമായ ഒരു ശക്തിയായിട്ട് 5Gയിലായാലും AI-യിലായാലും അതുപോലെ തന്നെ ബൗദ്ധിക സ്വത്തവകാശ കാര്യത്തിലായാലും സൈബർ സെക്യൂരിറ്റിയുടെ കാര്യത്തിലായാലും ഒക്കെ ചൈന ഇന്നൊരു ഭീമനായി വളരുന്നുണ്ട്. അവരുടെ റഡാറിന് കീഴിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ലോകം മറ്റൊരു ധ്രുവങ്ങളിലേക്കൊക്കെ നീങ്ങുമ്പോൾ
ട്രംപിനെ പോലെ ഒരു അവിവേകിയൊക്കെ ഭരണാധികാരിയായിട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ അത് ലോകത്തെ നമ്മളിതുവരെ കാണാത്ത പ്രീസിഡൻസുകളില്ലാത്ത വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് ട്രംപിനെ കൂച്ചുവിലങ്ങിടേണ്ടത് ലോകത്തെ മനുഷ്യസ്നേഹികളുടെയൊക്കെ ആവശ്യമാണ്. ഇതിന് മതവും രാഷ്ട്രീയമൊന്നും അല്ല ഇതിനുള്ളത്. ഇതൊക്കെ വലിയൊരു ഗ്ലോബൽ പൊളിറ്റിക്സ് നൂറ്റാണ്ടുകളുടേതുണ്ട്. അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ കൃത്യമായ ഒരു ഇടപെടൽ നടത്താനുള്ള ധാർമ്മിക ബാധ്യത ഈ രാജ്യത്തിനുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുക വയ്യ എന്നുള്ളതാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഏതായാലും ഈ വലിയ നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഇപ്പോൾ 18,000 പേരെ ഇവർ അമേരിക്ക ഐഡന്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. 18,000-ത്തിലൊന്നും ഒതുങ്ങില്ല അഭിലാഷ. ഇത് ട്രംപ് അദ്ദേഹത്തിൻ്റെ നയമായിട്ട് മുന്നോട്ട് പോയ 7.5 ലക്ഷം ഇന്ത്യക്കാർക്ക് തിരിച്ചു വരേണ്ടി വരും. ട്രംപിന് ഈ BJPക്ക് ഈ പറഞ്ഞ നിലപാടൊന്നും ദീർഘകാലം ആവർത്തിക്കാൻ കഴിയില്ല. ഇവരൊക്കെ അപരാധികളാണ്, കുറ്റവാളികളാണ് എന്നൊക്കെ. അതൊക്കെ ആളുകളുടെ പ്രവാഹം ഇങ്ങ് വരുമ്പോൾ തീർച്ചയായിട്ടും BJPക്കെതിരായിട്ട് വലിയൊരു ജനരോഷം അവർ ഈ നിലപാട് ട്രംപിന്റെ നയങ്ങൾ എന്തൊക്കെയാണ് ഇനി ലോകത്തിന് കാത്തുവെച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇനി ഇന്ത്യക്കാർക്ക് കാത്തുവെച്ചിരിക്കുന്നത്, നമ്മൾ അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ PJ വിൻസെന്റ്, നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപുമായി ഒരു പേഴ്സണൽ കെമിസ്ട്രി ഉണ്ടായിരുന്നു. മൈ ഫ്രണ്ട് എന്നാണ് ട്രംപിനെ മോദി അഭിസംബോധന ചെയ്തത്, അഡ്രസ് ചെയ്തത്. ഇന്ത്യയിൽ വന്നപ്പോൾ ഗുജറാത്തിൽ അഹമ്മദാബാദിലെ ചേരികൾ പോലും മറച്ചാണ് ഹോസ്റ്റ് ചെയ്തത്. സ്വന്തം സ്റ്റേറ്റിൽ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അമേരിക്കയിൽ ചെന്ന് ഇന്ത്യൻ ഡയാസ്പൊറയോട് ആപ്കി ബാർ ട്രംപ് സർക്കാർ എന്ന് പ്രഖ്യാപിച്ച, ട്രംപിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. എന്ന് പറഞ്ഞാൽ പേഴ്സണലായി അത്രയും റിലേഷൻ ഉള്ള ആളുകളാണ് ഇവർ. അപ്പോൾ ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം കാണിക്കുന്നത് ഇന്ത്യയോടുള്ള ഇൻസൾട്ട് എന്നുള്ളത് പോലെ നരേന്ദ്രമോദിയോടുള്ള ഇൻസൾട്ട് കൂടിയാണല്ലോ. ട്രംപ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെയും ഇൻസൾട്ട് ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചതെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ട്രംപ് നരേന്ദ്രമോദിയെ ഇൻസൾട്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഹൗഡി മോഡി പരിപാടി നടത്തിയ ആളാണ് ട്രംപ്. അതുപോലെ മൈ ഫ്രണ്ട് എന്നാണ് മോഡി ട്രംപിനെ വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് മോഡി ഫാന്റാസ്റ്റിക്, മോഡി ഈസ് ഫാന്റാസ്റ്റിക്, ഫാന്റാസ്റ്റിക് എന്നാണ് പറഞ്ഞത്. അതാണ് അവർ തമ്മിലുള്ള ആ മനോബന്ധം. അതുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ അഭയാർത്ഥികളോട് എന്താണോ ചെയ്തത് ആ കാര്യം വളരെ കൃത്യമായി ഇന്ത്യ ഗവൺമെൻറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൻ്റെ കൺസെൻറ്റ് വാങ്ങിച്ചിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. ജനുവരി 20-ന് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ വേളയിൽ ജയശങ്കർ അവിടെ പങ്കെടുത്തിരുന്നു. ആ സന്ദർഭങ്ങളിൽ അനധികൃത ഇന്ത്യക്കാരെ ഇങ്ങോട്ട് കയറ്റി അയക്കുന്നത് സംബന്ധിച്ച് കൃത്യമായ ചർച്ചയും ധാരണയും ഉണ്ടായി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതിനുശേഷം മോഡിയും ട്രംപും തമ്മിൽ ടെലിഫോണിൽ സംസാരിച്ചു. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം വളരെ കൃത്യമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കൃത്യമായ ഒഫീഷ്യൽ ചാനലിലൂടെ വിവരം നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഗുരുതരമല്ലേ ഡോക്ടർ വിൻസെന്റ്? കാരണം ഇന്ത്യക്കാരെ സംബന്ധിച്ച്, ഇന്ത്യക്കാരെ ഇങ്ങനെ കെട്ടിയിട്ട് ചങ്ങലക്കിട്ട് വിമാനത്തിൽ കൊണ്ടുവരുന്ന ഇമേജ് ഇവിടുത്തെ നാഷണൽ സെന്റിമെന്റ്സിനെ ഹർട്ട് ചെയ്യും. എന്ന് മാത്രമല്ല, സർക്കാരിന്റെ ഇമേജിന് തന്നെ ദോഷകരമാണ്. ശരി, ഇന്ത്യക്കാരെ നിങ്ങൾ തിരിച്ചയച്ചോളൂ, ഞങ്ങൾ സ്വീകരിക്കാം, പക്ഷേ ഹ്യൂമിലിയേറ്റ് ചെയ്യരുത് എന്ന് ഇന്ത്യ അമേരിക്കയോട് പറയണ്ടേ? അപ്പോ പറയേണ്ടതാണ്. പക്ഷേ ഇത് പരസ്പരം എങ്ങനെയാണ് ഇത് ഡീല് ചെയ്യുന്നത് എന്ന് മുൻധാരണയാക്കിയിട്ടാണ് എങ്കിൽ പിന്നെ അതിനെ വിമർശിക്കാൻ പറ്റുമോ? ഇവിടെ A.A. റഹീം ബഹുമാനനായ പാർലമെന്റ് അംഗം സൂചിപ്പിച്ച കാര്യം വളരെ പ്രസക്തമാണ്. പാർലമെന്റിൽ അവർ ചോദിച്ചല്ലോ, 2009 മുതൽ 2023 വരെ ഡിപ്പോർട്ട് ചെയ്തു. അവരെങ്ങനെയാണ് ഡിപ്പോർട്ട് ചെയ്തത്? മിലിറ്ററി വിമാനത്തിലാണോ? അവരെ കൈകാല് ബന്ധിച്ചിട്ടാണോ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്? അതിന് ഉത്തരവില്ലല്ലോ. അപ്പോൾ അങ്ങനെ അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവരെ ഇങ്ങോട്ട് ഈ രൂപത്തിൽ അവരോട് ചെയ്യാനുള്ള കാരണം എന്താണ്? ഒരേ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ നടന്നേക്കാം. ഒന്ന്, ഈ ഡിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൊടും കുറ്റവാളികളാണെങ്കിൽ, ഹെയ്നസ് ക്രൈം ചെയ്ത ആളുകളാണെങ്കിൽ, മനുഷ്യത്വ വിരുദ്ധമായ കൊലപാതകം ചെയ്ത ആളുകൾ, ബോൺ ക്രിമിനൽസ്, ഇങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരുടെ കൈവിലങ്ങും കാൽവിലങ്ങും ഒന്നും അഴിക്കാൻ പറ്റില്ല. അഴിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ തൊട്ടടുത്തിരിക്കുന്ന ആളെ അറ്റാക്ക് ചെയ്യുകയോ ആക്രമിക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള ആളുകളെ ഒരുപക്ഷെ ഇങ്ങനെ കൊണ്ടുവരേണ്ട വന്നേക്കാം. പക്ഷേ അത്തരത്തിലുള്ള ഹെയ്നസ് ക്രൈം ചെയ്ത ബോൺ ക്രിമിനൽസ് ആണ് ഇവരെന്ന് രേഖകളിൽ ഒന്നുമില്ലല്ലോ.
ഇവർ അനധികൃത കുടിയേറ്റക്കാരാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ ഡീപ്പോർട്ട് ചെയ്യുന്നു. ആ എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ടേ. അതിന് കൃത്യമായ അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്, മനുഷ്യാവകാശങ്ങളുണ്ട്. അത് ഒരു നേഷൻ്റെ, ഒരു രാജ്യത്തിൻ്റെ റൂൾ ഓഫ് ലോ അല്ല അവിടെ പ്രയോഗിക്കുന്നത്. അമേരിക്കയുടെ റൂൾ ഓഫ് ലോയോ ഇന്ത്യയുടെ റൂൾ ഓഫ് ലോ അല്ല, മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾ അനധികൃത കുടിയേറ്റക്കാരെ പരസ്പരം കൈമാറുമ്പോൾ, യുദ്ധ തടവുകാരെ പരസ്പരം കൈമാറുമ്പോൾ ഒക്കെ പുലർത്തേണ്ടുന്ന നീതിയെ സംബന്ധിച്ച് യുണൈറ്റഡ് നേഷൻസിൻ്റെ കൺവെൻഷനുകളുണ്ട്, മനുഷ്യാവകാശ കൺവെൻഷനുകളുണ്ട്. അതനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ അമേരിക്കയുടെ ഗോണ്ടനോമ തടവറയെക്കുറിച്ച് അതിശക്തമായി വിമർശിക്കുന്നത്? അവിടെ ജയിലിൽ അടയ്ക്കപ്പെട്ട തടവുകാരോട് മനുഷ്യത്വരഹിതമായി പെരുമാറാൻ പാടില്ല. അത് അമേരിക്കൻ നിയമം പോലുമാണ്. അതുകൊണ്ടാണോ ലിൻഡ എന്ന് പറയുന്ന സൈനിക ഉദ്യോഗസ്ഥ നഗ്നരായി ബന്ധിച്ചു വെച്ചിട്ടുള്ള ഈ തടവുകാരെ ഒരു നായ ഉപയോഗിച്ച് പീഡിപ്പിക്കുന്ന രംഗം, അതിൻ്റെ ഫോട്ടോ ഒക്കെ വന്നല്ലോ. ഈ ലിൻഡയ്ക്കെതിരെ അമേരിക്ക അന്ന് നടപടിയെടുത്തത് എന്തുകൊണ്ടാണ്? അത് അമേരിക്കൻ നിയമത്തിനെതിരാണ്, മനുഷ്യാവകാശ ലംഘനവുമാണ് എന്നതുകൊണ്ടാണ്. അപ്പോൾ അമേരിക്കയിൽ അടക്കമുള്ള നിയമമാണിത്. അന്താരാഷ്ട്ര തലത്തിൽ നമ്മളെല്ലാം അംഗീകരിക്കുന്ന നിയമമാണ്. തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കൻ നിയമം ഉപയോഗിച്ച് ഡിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ അവകാശവും അമേരിക്കയ്ക്കുണ്ട്. അവർ ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ അവരെ സ്വീകരിക്കും, അത് ഷുവർ എന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാര്യത്തിലും ഒരഭിപ്രായ വ്യത്യാസവുമില്ല. അത്തരത്തിലുള്ള ആദാന പ്രദാനങ്ങൾ രാജ്യങ്ങൾക്കിടയിൽ നടക്കണം, അത് നിയമപൂർണ്ണമായിരിക്കണം. അതേസമയം ഇവിടെ നമ്മൾ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വന്ന ആളുകളെ മനുഷ്യത്വരഹിതമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അത് രാജ്യത്തിൻ്റെ നീതി, രാജ്യത്തിൻ്റെ നിയമം എന്നതല്ല പ്രസക്തം, മറിച്ച് മനുഷ്യാവകാശങ്ങൾ ഇവിടെ പ്രസക്തമാണ്. ആ മനുഷ്യാവകാശ ധ്വംസനം നടന്നിരിക്കുന്നു. അത് അവർ ഇന്ത്യൻ പൗരന്മാരാണ് എന്നതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ ശക്തമായ പ്രതിഷേധം അറിയിക്കണം എന്ന ന്യായമായ കാര്യമാണ് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതാണ് ഇന്ത്യയിലെ പാർലമെന്റ് അംഗങ്ങളുടെയൊക്കെ പൊതുവികാരവും ഇന്ത്യൻ ജനതയുടെ പൊതുവികാരവും. തീർച്ചയായും. ഇവിടെ ശ്രീ ഷാബു പ്രസാദ്, എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ചെറിയൊരു പ്രതികരണത്തിനാണ്, അതിനുശേഷം താങ്കളിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ഇന്ത്യക്കാർ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അവർ അനധികൃത കുടിയേറ്റക്കാരായിക്കൊള്ളട്ടെ. ഇന്ത്യ സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അറിവോടെയാണ് ഇത് എന്ന് ഇവിടെ ശ്രീ വിൻസെന്റ് പറയുന്നു. ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇനിയും ഡീപ്പോർട്ടേഷൻ ധാരാളം നടക്കാനുണ്ടല്ലോ. ഒരു മൃദുവായ ഭാഷയിലെങ്കിലും മാന്യമായി അവരെ തിരിച്ചയക്കണം എന്ന് പറഞ്ഞൂടെ? പണ്ട് അമേരിക്ക 7ാം കപ്പൽ പടയെ അയച്ചപ്പോൾ പോലും ഇന്ത്യൻ ഭരണാധികാരികൾ, അന്നത്തെ ഭരണാധികാരികൾ കുലുങ്ങിയിട്ടില്ല. ബംഗാൾ ഉൾക്കടലിൽ അമേരിക്കയുടെ കപ്പൽപ്പട ഉണ്ടായിരുന്നു. ഇപ്പോ മൃദുവായി അങ്ങനെ ചെയ്യാമോ എന്നെങ്കിലും അമേരിക്കയോട് ചോദിച്ചൂടെ? ഇവിടെ ഈ 2012 മുതൽ, ഇപ്പോൾ ഇവിടെ PJ വിൻസെന്റ് പറഞ്ഞു 2009 മുതൽ ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2012 മുതൽ, ഇന്ന് ജയശങ്കർ പറഞ്ഞ കാര്യമാണ്, 2012 മുതൽ ഇതേപോലെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാൻഡ് കഫ് അണിയിക്കാറുണ്ട്. അത് അവരുടെ SOPയുടെ ഭാഗമാണ്. അതും ഇന്ന് ജയശങ്കർ പാർലമെന്റിൽ പറഞ്ഞ കാര്യമാണ്, ഞാൻ കേട്ടതാണ്, ഇതിൻ്റെ ഓൺലൈനിൽ കേട്ടതാണ്. ഇത് കാലാകാലങ്ങളായി നടന്നു വരുന്നുണ്ട്. പക്ഷെ അന്നൊന്നും ഇത് വാർത്തയായിട്ടില്ല, ഇത്ര വലിയ സംഭവമായിട്ടില്ല. ഈ അമേരിക്കയിൽ നിന്നുള്ള ഡീപ്പോർട്ടിംഗ് എന്നുള്ളത് കഴിഞ്ഞ 16 വർഷമായിട്ട് നടക്കുന്ന കാര്യമാണെന്ന് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും സമ്മതിച്ചതാണ്. അതേപോലെ 2012 മുതൽ ഹാൻഡ് കഫ് വെച്ചിട്ടാണ് അമേരിക്കയിൽ നിന്ന് ആൾക്കാരെ ഡിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതും ഇവിടെ എല്ലാവരും അങ്ങനെയാണ് SOP എന്ന് ജയശങ്കർ പാർലമെന്റിൽ പറഞ്ഞു. അങ്ങനെയാണ് SOP എന്ന് പറഞ്ഞു. പക്ഷേ നോക്കൂ, 2016 1303 പേരെ, ഏറ്റവും ഒടുവിലത്തെ വർഷം 1368 പേരെ, 17,000 പേരെയാണ് 2025 ഡീപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. 17,000 18,000 പേരെ അവരെ ഈ നിലയ്ക്ക് കൊണ്ടുവന്നാൽ മതിയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതെ, അവർ ഒരു കേവല മനുഷ്യാവകാശം അർഹിക്കുന്നവരാണ് എന്ന് അവരുടെ സ്വന്തം രാജ്യത്തിന് തോന്നാത്തത് എന്ത് എന്നുള്ളതാണ് പ്രശ്നം. അതായത് ഒരു കാര്യം ഞാൻ പറയട്ടെ, കുറ്റവാളികൾ ഇന്ന് ഒരു രാജ്യം വിധി എഴുതിയ അവരുടെ രാജ്യത്ത് അവരുടെ കയ്യിലിരിക്കുമ്പോൾ ആ കുറ്റവാളികളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അത് ഏത് രാജ്യത്തെ പൗരത്വം എന്നുള്ളതല്ല, നമ്മളെ സംബന്ധിച്ചോളം കുറ്റവാളികളാണ്. ഇന്ത്യ, കേരളത്തിൽ ഡീപ്പോർട്ടേഷൻ സെന്ററുകൾ ഉണ്ടല്ലോ, നമ്മുടെ കുറ്റവാളികളാണ്. ഇവിടെ വിസ കാലാവധി കഴിഞ്ഞ അനധികൃത കുടിയേറ്റക്കാർ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെ വിസ ഇല്ലാത്ത, യാത്രാരേഖകളില്ലാത്ത ആളുകളെ താമസിപ്പിക്കാൻ നമ്മളിവിടെ ഡിറ്റൻഷൻ സെന്ററുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവരെ ഡീപ്പോർട്ട് ചെയ്യാൻ. അപ്പോ ഇന്ത്യൻ പൗരന്മാരോട് മര്യാദയ്ക്ക് പെരുമാറാനുള്ള ഉത്തരവാദിത്തം
അനധികൃത കുടിയേറ്റക്കാരോടാണെങ്കിൽ പോലും അമേരിക്കക്കുണ്ട് എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നാട്ടുകാരെന്ത് ചെയ്യണം? അവരെ അല്ല, നിയമവിരുദ്ധത കാണിച്ചവരെടുത്ത്, നിയമവിരുദ്ധമായി പെരുമാറിയവരെടുത്ത്, നിയമവിരുദ്ധമായി ഒരു രാജ്യത്ത് കടന്നു കയറിയവരെടുത്ത് അവർക്ക് പൗരാവകാശങ്ങൾ കിട്ടില്ല. ഏത് കുറ്റവാളിക്കും പൗരാവകാശമുണ്ട്. അവരെ ശരി, ഇവിടെ ഇപ്പോ അവരെ മാടുകളെ പോലെ കൈകാര്യം ചെയ്താൽ മതി എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടെങ്കിൽ അവരെ അങ്ങനെ കൈകാര്യം ചെയ്യൂ എന്ന് നമുക്ക് വിചാരിക്കാം. കുറ്റവാളികൾക്ക് കിട്ടുന്ന ഓരോ രാജ്യത്തും കുറ്റവാളികൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ എ റഹീമിലേക്ക് വരുന്നതിന് മുമ്പ് ഷാബു പ്രസാദ്, ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചും വേദന ഉണ്ടാക്കുന്ന രംഗങ്ങളാണ് നമ്മൾ ആ വിമാനത്തിൽ കണ്ടത്. 104 പേരെ ഡീപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ 33 പേരും പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ നിന്നുള്ള ആളുകളാണ്. ആദ്യം കയറ്റി അയച്ച ഈ പറഞ്ഞ അനധികൃത കുടിയേറ്റക്കാരിൽ ഏറ്റവും കൂടുതൽ പേർ ഗുജറാത്തിൽ നിന്നും ഹരിയാനയിൽ നിന്നുമാണ്. ഇനിയും ഒരുപാട് പേരെ അയക്കാനുണ്ട്. നോക്കൂ, ഇത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. ഇത്രയധികം ഇന്ത്യക്കാർ ഇങ്ങോട്ട് തിരികെ വരികയാണ്. ഓക്കെ, രാജ്യം സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്യരുത് എന്ന് പറയാനുള്ള ഫ്രണ്ട്ഷിപ്പ് മൈ ഫ്രണ്ടുമായിട്ടില്ലേ പ്രധാനമന്ത്രിക്ക്? അഭിലാഷേ, ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, കുറ്റവാളികളെ ഒരു രാജ്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് അതാത് രാജ്യമാണ് തീരുമാനിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള കുറ്റവാളികളാണ്, അവരെ സംബന്ധിച്ചോളം അവർ കുറ്റവാളികളാണ്. ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ സൗദി അറേബ്യ, അവിടുത്തെ നിയമമാണ്. അവിടെ അനധികൃത കുടിയേറ്റക്കാരെ തലവെട്ടാറുണ്ടോ? കൊലപാതകം ചെയ്തവനെ തലവെട്ടി കൊല്ലുക. കൊലപാതകം ചെയ്തവനെയല്ലേ? അല്ല, അതല്ലേ പറഞ്ഞത്. കൊലപാതകം ചെയ്തവരെയോ ഇവിടെ ഭീകരവാദം നടത്തിയവരൊക്കെയാണോ ഈ വന്നവരുണ്ടോ? കൊലപാതകം ചെയ്തവരെ ഇന്ത്യ തലവെട്ടാറുണ്ടോ? കൊലപാതകം ചെയ്തവരെ ഇന്ത്യ തലവെട്ടാറുണ്ടോ? അതുപോലെയുള്ള ആഭ്യന്തര നിയമമാണോ ഇത്? സൗദി അറേബ്യയിലെ നിയമം അതാണ്. അത്രേ ഉള്ളൂ. അത് തന്നെയാണ് അവരുടെ രാജ്യത്ത് അനധികൃതമായി കുടിയേറി നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ അവർ കുറ്റവാളികളായി കാണുന്നു. ആ കുറ്റവാളികൾ എന്ന രീതിയിൽ അവർ കൈകാര്യം ചെയ്യുന്നു. അതിന് ഇവിടെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അവർക്ക് വേണ്ടി പറയണം. ആ രാജ്യത്ത് നിയമവിരുദ്ധമായി പെരുമാറിയ ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന പൗരന്മാർക്ക് വേണ്ടി സംസാരിക്കില്ല എന്നുള്ളത് അവിതർക്കിതമായി താങ്കൾ പലവട്ടം വ്യക്തമാക്കി. എന്താണ് ഷൗഷാദിൽ പെട്ടെന്ന്? അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ അവർക്ക് ജീവിക്കാം. ശരി, വന്നാൽ അവർക്ക് ജീവിക്കാം. ദാറ്റ്സ് ഓൾ. ശരി, അതേ ചെയ്യാൻ കഴിയുള്ളൂ. ശരി, ഓക്കെ, മനസ്സിലായി. പെട്ടെന്ന് ഷൗഷാദിൽ. ഈ പറഞ്ഞ പിന്നെ അവിടുന്ന് കയറ്റിവിടുന്ന ആളുകളെ കുറ്റവാളികളാണ് എന്ന അമേരിക്കയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടിയും ഈ റിപ്പബ്ലിക്കനിലെ വലിയൊരു വിഭാഗവും കരുതുന്നില്ല. ഇതിനെതിരെ അവിടെ തന്നെ വലിയ രോഷമാണ്. അപ്പോഴാണ് സ്വന്തം പൗരന്മാരെ കുറ്റവാളാക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപിന് പരസ്യമായിട്ട് ഇവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. ഇതേതായാലും ഈ രാജ്യത്തെ ജനങ്ങൾ വിലയിരുത്തും. കാരണം ഇത് ട്രംപിന്റെ നയങ്ങൾ ഇങ്ങനെ ന്യായീകരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു രാഷ്ട്രീയ പരിസരം ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടില്ല. അത് BJPക്ക് വഴിയെ മനസ്സിലാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ എ റഹീം, ഈ ഇലോൺ മസ്ക് എന്ന ശതകോടീശ്വരൻ പ്രത്യേകിച്ചൊരു ഭരണഘടനാ പദവിയൊന്നുമില്ല. ട്രംപ് അധികാരത്തിലെത്തിയത് മുതൽ ഉപദേശകന്റെ റോളിൽ ഒരുപാട് നയ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അവിടെ തന്നെ അവിടുത്തെ ഫെഡറൽ സർക്കാർ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയാണ്. എല്ലാ ഉദ്യോഗസ്ഥർക്കും മെയില് പോയി കഴിഞ്ഞു. അവിടെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. തൊട്ടടുത്ത രാജ്യങ്ങൾക്കെതിരെ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും അതുപോലെ തന്നെ ചൈനയ്ക്കുമെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. തീരുവകൾ തോന്നുന്നത് പോലെയാണ്. പല കാര്യങ്ങൾ ഇനി ഉണ്ടാകും. ശരിക്കും എന്താ പറഞ്ഞാൽ, നേരത്തെ ഗാസയുടെ കാര്യമൊക്കെ താങ്കൾ പറഞ്ഞല്ലോ, ലോകം തന്നെ അസ്ഥിരമാകുമോ ഒരു തരത്തിലുള്ള കിറുക്കുകൊണ്ട് എന്ന് അമ്പരന്ന് നിൽക്കുമ്പോഴാണ് അമേരിക്ക ചെയ്യുന്നതൊക്കെ ശരിയാണ്, കുറ്റവാളികളെ ഇങ്ങനെയൊക്കെയല്ലേ പിന്നെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഇവിടെയുള്ള ആളുകൾ നിലപാടെടുക്കുന്നത്. സർക്കാരിനോട് രാജ്യ താൽപര്യം സംരക്ഷിക്കുന്ന നിലപാടെടുക്കണം എന്ന് പ്രതിപക്ഷം നിർബന്ധം പിടിക്കുമോ? തീർച്ചയായും ഇത് കാണുന്നത് രണ്ട് തീവ്ര വലതുപക്ഷ സർക്കാരുകൾ തമ്മിലുള്ള ഒരു ഐക്യദാർഢ്യമാണ് ഈ കാണുന്നത്. തീവ്ര വലതുപക്ഷമാണ് ട്രംപ്, അതോടൊപ്പം തന്നെ തീവ്ര വലതുപക്ഷമാണ് നരേന്ദ്രമോദി. അപ്പോൾ തീവ്ര വലതിൻ്റെ രാഷ്ട്രീയമാണ്, അത് മനുഷ്യത്വ വിരുദ്ധമാണ്, അത് വംശീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. മനുഷ്യരോട് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ദയവായ്പകളും കാണിക്കേണ്ടതില്ല. മനുഷ്യ കേന്ദ്രീകൃതമല്ല, മനുഷ്യനോടുള്ള താല്പര്യം വംശീയതയോടും മറ്റു പല കാര്യങ്ങളോടുമാണ്. ഇതാണ് അത് കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ ഒരു കാര്യം സന്ദർഭോചിതമായി ഓർമ്മിക്കുകയാണ്. ഷാർജ സുൽത്താൻ പണ്ട് കേരളം സന്ദർശിച്ചു. കേരളത്തിൽ അന്ന് മുഖ്യമന്ത്രിയുമായുള്ള സംഭാഷണത്തിനിടെ അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും പ്രത്യേകമായി കാര്യങ്ങളുണ്ടോ? അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് ആ സൗഹൃദ സംഭാഷണത്തിനിടയിൽ പറഞ്ഞൊരു കാര്യം,
നിസ്സാരമായ കാരണങ്ങളാൽ സൗദിയിലെ നിങ്ങളുടെ UAE-യിലെ വിവിധ ജയിലുകളിൽ കിടക്കുന്ന ആളുകളുണ്ട്, മലയാളികളുണ്ട്. അവരുടെ മോചനത്തിന്, അതായത് കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ നിസ്സാരമായ കാരണങ്ങളാൽ നിങ്ങളുടെ ജയിലിൽ, നിങ്ങളുടെ നിയമത്തിൻ്റെ കണ്ണിൽ തെറ്റായി ജയിലിൽ കിടക്കുന്നുണ്ട് ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാത്ത കുറ്റവാളികൾ. അവരെ നിങ്ങൾക്ക് ജയിൽ മോചിതരാക്കാനും ഇങ്ങോട്ട് കൊണ്ടുവരാനും കഴിയുമോ എന്ന് ചോദിച്ചു. സഖാവ് പിണറായിയുടെ അഭ്യർത്ഥന മാനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഷാർജയുടെ സുൽത്താൻ ആയിരക്കണക്കിന് ആളുകളെയാണ്, മലയാളികളെ അവിടെ നിന്ന് മോചിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് ഇതൊരു അഡ്മിനിസ്ട്രേഷനാണ്, സ്റ്റേറ്റ്സ്മാൻഷിപ്പാണ്. സ്വന്തം ജനതയോട് താല്പര്യമുള്ള ഒരു ഭരണാധികാരി ഉയർത്തിപ്പിടിക്കേണ്ട ജനാധിപത്യപരമായ ഔന്നത്യമാണ്. അത് മനുഷ്യത്വപരമാണ്. മനുഷ്യനെക്കുറിച്ചും മനുഷ്യ കേന്ദ്രീകൃതമായും ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എത്ര വലിയ സൗഹൃദമുണ്ട്. നിങ്ങൾ നോക്കൂ, ഷാർജ സുൽത്താനുമായി സഖാവ് പിണറായി വിജയൻ ഫ്രണ്ടായിരുന്നില്ല, സൗഹൃദമായിരുന്നില്ല, പരസ്പരം നേരത്തെ പറഞ്ഞ ഒരു ബന്ധവുമില്ല. പക്ഷേ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പിൻ്റെ പൊളൈറ്റ്നെസ്സിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് സ്വന്തം രാജ്യത്തിലെ നിരാലംബരായ നിസ്വരായ മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ ആവശ്യപ്പെടണമെങ്കിൽ അതിന് ഒരു പൊളിറ്റിക്സ് വേണം. ആ പൊളിറ്റിക്സ് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ അപ്പുറത്ത് നരേന്ദ്രമോദി അത്തരമൊരു രാഷ്ട്രീയത്തിൻ്റെ ആളല്ല. അദ്ദേഹം മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളിൽ ട്രംപിനെ വെല്ലാൻ കഴിയുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സർക്കാർ കൂടി വിമർശന മുനയിലാണ്. 104 ഇന്ത്യക്കാരെ അമേരിക്ക ഡീപ്പോർട്ട് ചെയ്തപ്പോൾ അവർക്ക് മനുഷ്യാവകാശപരമായ പരിഗണന കിട്ടിയില്ല. മാടുകളെ കൈകാര്യം ചെയ്യുന്നത് പോലെ അവരെ കൈകാര്യം ചെയ്തു. ഇനിയും അമേരിക്ക ഇന്ത്യക്കാരെ ഡീപ്പോർട്ട് ചെയ്യാനുണ്ട്, ആയിരക്കണക്കിന് ആളുകളെ ഡീപ്പോർട്ട് ചെയ്യാനുണ്ട്. അവരും ഇതുപോലെ നരകയാതന അനുഭവിക്കണോ? സർക്കാർ എന്താണ് ഇക്കാര്യത്തിൽ കാണുന്നത്? വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.